അൽഹംദുലില്ലാ വിശുദ്ധമായ ശഅബാൻ മാസത്തിലെ വ്യാഴാഴ്ച പ്രഭാതത്തിൽ എന്റെ സമൂഹത്തിന് അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് റസൂലുള്ള പ്രത്യേകം ദുആ ചെയ്ത ഒരു സമയത്തിലും ദിവസത്തിലും പ്രത്യേകിച്ച് വിശുദ്ധമായ ശഅബാനിലുമാണ് അല്ലാഹു രാവിലെ മുതൽ നാം ചൊല്ലിയ സ്വലാത്തും മൗലിദും അസ്മാഉൽ ബദറും നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പലവരും പല വിഷയങ്ങളും വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് സഹോദരന്മാര്, ഭാര്യമാര് ഗർഭിണികളാണ്, സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സുഹൃത്തുക്കളുടെ ഉപ്പയും ഉമ്മയൊക്കെയും മരിച്ച ദിവസമാണ് നമ്മുടെ കൂട്ടായി അബൂബക്കർ ഹാജി. അദ്ദേഹത്തിന്റെ ഉപ്പയും അമ്മോഷനും ഏകദേശം ശഅബാൻ 10 ദിവസങ്ങളിലായിട്ടാണ് മരിച്ചത്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ KMIC-യിൽ വെച്ച് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അവരുടെ ഉദ്ദേശങ്ങളൊക്കെയും അല്ലാഹു പൂർത്തീകരിച്ച് ദുന്യാവിലും ആഖിറത്തിലും സന്തോഷത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. ഈ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബമിത്രാദികളിൽ നിന്ന് ബന്ധപ്പെട്ടവരിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ അവരുടെ ഖബറുകളിലേക്കൊക്കെയും ഈ മഹത്തായ ക്ലാസ് റൂമിൽ നടക്കുന്ന മുഴുവൻ ഖൈറാത്തിന്റെയും മിസ്ലു സവാബിനെ അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി തീർക്കുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാൻ അല്ലാഹു ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ ബാവ ഉസ്താദ് സംഗതി ബാവ ഉസ്താദ് തമാശയിലാണെങ്കിലും വളരെയധികം കാലോചിതമായി നമുക്കൊക്കെയും ഉപകരിക്കുന്ന ഒരുപാട് ആരോഗ്യപരമായ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, പ്രത്യേകിച്ച് മുലയിൽ പാലുണ്ടാവാൻ. ഈ സന്ദർഭത്തിലൊക്കെയും ഞാൻ ചിന്തിക്കേണ്ടത് വീട് സംബന്ധമായി പറഞ്ഞതുപോലെ നമ്മുടെ മക്കളിൽ കാണുന്ന പല രോഗങ്ങളും പൈശാചികമാണെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ നടന്ന് ശാസ്ത്രീയമായ വശങ്ങൾ ഒന്നും ചിന്തിക്കാതെ, ചിലപ്പം ശാസ്ത്രീയമായി വശങ്ങൾ ചിന്തിക്കാതെ വരുന്ന പ്രശ്നങ്ങൾക്ക് പൈശാചികമായ ചികിത്സയുമായി മുന്നോട്ടു പോയാൽ പ്രശ്നത്തിനു പരിഹാരം ചിലപ്പം കാണാതെ പോകും. ആ നിലക്ക് നമ്മളൊക്കെയും മാനസികമായി പലപ്പോഴും വിഷമിക്കാറുണ്ട്. അതിനൊക്കൊരു പരിഹാരം എന്നോണം പൈശാചികമായ ചികിത്സയും അറിയുന്ന നമ്മുടെ KMIC-യുടെ വേണ്ടപ്പെട്ട ഉസ്താദും അദ്മിനിയും പ്രവർത്തകനുമായ ബാവ ഉസ്താദ് അല്ലാഹു നല്ല ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ. മക്കൾക്കൊക്കെയും സ്വാലിഹീങ്ങളായ സന്താന പുരുഷന്മാരെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്ത് അവരിലൊക്കെയും മക്കളൊക്കെയും ഉണ്ടായി സന്തോഷകരമായ ആ കുടുംബജീവിതം കണ്ടു മരിക്കാൻ ആ മാതാപിതാക്കന്മാർക്ക് അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതൊക്കെയോ ഒന്നോ രണ്ടോ കുട്ടികൾക്കൊക്കെയും കല്യാണಕ್ಕೆ ഏകദേശം ശരിയായിട്ടുണ്ട് എന്ന ഒരു വിവരം അറിഞ്ഞു. അല്ലാഹു റാഹത്തായി സന്തോഷകരമായി അത് കഴിച്ചു നടത്താനും അവർക്കൊക്കെയും സ്വാലിഹീങ്ങളായ മക്കളുണ്ടായി ആനന്ദിക്കുവാനും അല്ലാഹു ആ കുടുംബത്തിന് പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിഷയം കഴിഞ്ഞ് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് ആ വിഷയത്തിന് അടിവരയിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ച് ഇന്ന് മിക്ക സ്ത്രീകളിലുമുള്ളൊരു വിഷയമാണ് മുലപ്പാലിന്റെ കുറവ്. അതിന് ഭൗതികമായ പല മരുന്നുകളും കഴിച്ച് ചിലപ്പം താൽക്കാലികമായി സന്താനങ്ങൾക്ക് കുടിക്കാൻ പറ്റാവുന്ന കുറച്ചു പാല് അമിതമായി ചിലപ്പം സാന്ദർഭികമായി ലഭിച്ചാലും ചിലപ്പം വലിയ രോഗത്തിന് ആ കുഞ്ഞിന്റെ മാതാവ് കാരണമാകുന്ന അവസ്ഥയിലേക്ക് പല അലോപ്പതി മരുന്നുകളും എത്തിച്ചേരുന്നുണ്ട്. ബറക്കത്തിനു വേണ്ടി ഒരു കാര്യം ഉണർത്തുകയാണ്.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരുന്നു ചിരങ്ങ. ചില സ്ഥലങ്ങളിൽ ചൊരങ്ങ, ചിരങ്ങ എന്നൊക്കെയും പറയാറുണ്ട്. മഹാനായ ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ ഒരു സദ്യ ഒരുക്കുകയും ആ സദ്യ കഴിഞ്ഞതിനു ശേഷം ആ സദ്യയെക്കുറിച്ച് ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരി ആ സദ്യയിൽ പങ്കെടുത്തവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഈ സദ്യയിൽ ഒരുക്കിയ എല്ലാ ഭക്ഷ്യവിഭവങ്ങളും എനിക്കിഷ്ടപ്പെട്ടു, പക്ഷെ ചരങ്ങ എന്ന് പറയുന്ന വിഭവം എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഹാറൂൻ റഷീദ് തന്റെ കയ്യിലുള്ള വാളെടുത്ത് ആ പറഞ്ഞ വ്യക്തിയെ വെട്ടാൻ നോക്കി എന്ന് ചരിത്രത്തിൽ കാണാം. എന്നിട്ട് ഹാറൂൻ റഷീദ് പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണോ നീ പറയുന്നത് എന്ന് പറഞ്ഞ് ആ അഭിപ്രായം പറഞ്ഞ വ്യക്തിയെ ശകാരിച്ച സംഭവം വളരെ വ്യക്തമായി കാണാം. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു തുന്നപ്പണിക്കാരൻ അദ്ദേഹം ഉണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിക്കുകയും കോതമ്പത്തിന്റെ പത്തിരിയാണ് റസൂലുള്ളാഹിക്ക് ഭക്ഷണമായി കൊടുത്തത്, അതിന്റെ കൂടെ ചുരങ്ങ അതല്ലെങ്കിൽ ചരങ്ങയും കൊടുത്തിരുന്നു കൂട്ടാനായി. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരങ്ങയുടെ കഷ്ണം കൂടുതൽ പെറുക്കി തിന്നുന്നതായി ഞാൻ കണ്ടു എന്ന് റസൂലുള്ള അനസ് റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മറ്റു വാഇല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ചിരങ്ങ നിങ്ങൾ അധികരിച്ച് കഴിക്കുക, അത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുമെന്നാണ്. അതുപോലെ തന്നെ ശരീരത്തിലുള്ള ചരങ്ങ്, ചൊരി പോലോത്തതൊക്കെയും ശമിപ്പിക്കാൻ പ്രത്യേകമായി കഴിവുള്ള വസ്തുവാണ് പച്ചക്കറികളുടെ കൂട്ടത്തിൽ ചരങ്ങ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മുലയിൽ പാലില്ലാത്ത സഹോദരിമാർ, കാരണം ഈ വിഷയം ഫിഖ്ഹുമായി ബന്ധമുണ്ട്. മുലയിൽ പാല് വച്ചുമെന്ന് കണ്ടാൽ ആ മുല കൊടുക്കുന്ന സ്ത്രീകൾക്ക് നോമ്പ് മുറിക്കാൻ പറ്റുമോ പറ്റില്ലേ ചർച്ചകളൊക്കെയും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നടക്കുന്നു. അപ്പം മുലയിൽ പാല് വറ്റും എന്ന് ഭയപ്പെട്ട് നോമ്പ് മുറിക്കുന്ന സഹോദരിമാര് കേൾക്കുന്നുണ്ടെങ്കിൽ റമളാൻ വരുന്നതിനു മുമ്പ് ഇത്തരം ചികിത്സകൾ ചെയ്താൽ ചിലപ്പം മുലയിൽ പാല് വറ്റുമോ എന്ന ഭയം കാരണം വിശുദ്ധമായ റമളാനിലെ നോമ്പ് ഒഴിവാക്കാതിരിക്കാൻ അവസരം കിട്ടും എന്നുകൂടി കരുതിയിട്ടാണ് റമളാനിന്റെ ഒരു 10-15 ദിവസം മുന്നേ ഇതൊന്ന് ഉണർത്തുന്നത്. അതും റമളാനിന്റെ മുന്നൊരുക്കമാണ്. ഖളാ ആയ നിസ്കാരങ്ങളൊക്കെയും ഖളാ വീട്ടി തറാവീഹ് നിസ്കരിക്കാൻ തയ്യാറാകുന്നത് പോലെ മുലയിൽ പാല് അധികരിപ്പിച്ച് അതിന്റെ പേരിൽ റമളാനിൽ പാല് വറ്റുമോ എന്ന് ഭയപ്പെട്ട് നോമ്പ് ഒഴിവാക്കാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ബാവ ഉസ്താദ് പറഞ്ഞ മാതിരി സ്ക്രീൻ അളകിയില്ലെങ്കിൽ മൈക്ക പോയോ എന്ന വേജാറ് കാരണം പറയാൻ ഒരു വിഷമമുണ്ടാകും. ഹലോ ഹലോ, ശബ്ദം കേൾക്കുന്നില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ കേട്ടോ? അതാ ഈ പണി ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ചെയ്താൽ മതി, ഞങ്ങളെ വിഷമിപ്പിക്കല്ല. ഏതായിരുന്നാലും ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുന്നു. നല്ല മൂക്കാത്ത തേങ്ങ ചരണ്ടി ചരങ്ങ താളിച്ച് അതിൽ മൂക്കാത്ത തേങ്ങ ചരണ്ടി നല്ല ഉപ്പേരി രൂപത്തിലാക്കി കഴിച്ചാൽ നല്ല പാല് മുലയിൽ ഉണ്ടാകുമെന്ന് എല്ലാ വൈദ്യശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ഒത്തു സമ്മതിച്ച ഒരു വിഷയമാണ്. ഞാനൊരു മസല ഈ ഒരു വിഷയം പറയുന്നത് മുലയിൽ പാല് കമ്മിയാകും എന്ന് ഭയപ്പെട്ട് റമദാനിലെ നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാം സ്വീകാര്യോഗ്യമായ ലേഡി ഡോക്ടർമാരൊക്കെ പറഞ്ഞാൽ മസലയൊക്കെയുണ്ട്. പക്ഷെ നമുക്ക് കഴിവിന്റെ പരമാവധി റമദാനിലെ നോമ്പ് ഒഴിവാക്കാതിരിക്കലാണല്ലോ ഏറ്റവും നല്ലത്. അതൊക്കെ അതിന്റെ മഹത്വം കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ.
അപ്പൊ നല്ല ചൊരങ്ങ എന്ന് പറയുന്നത് വലിയ ഒരു ഔഷധമുള്ള പച്ചക്കറികളിൽപ്പെട്ട ഒരു വിഭവമാണ്. ആ ചൊരങ്ങ താളിച്ച് അതിൽ നല്ല മൂക്കാത്ത തേങ്ങ, നല്ല മൂത്ത തേങ്ങയാകുമ്പോ അതെന്ത് ചെയ്യും, കീപ്പോത്തടക്കാൻ പ്രയാസാവും. അപ്പൊ മൂക്കാത്ത തേങ്ങ ഇട്ട് ചൊരങ്ങ താളിച്ച് തിന്നാല് മുലയിൽ നല്ല പാലുണ്ടാകുമെന്ന് എല്ലാ വൈദ്യന്മാരും ഒത്തു സമ്മതിച്ച വിഷയമാണ്. മുല കൊടുക്കുന്ന സഹോദരിമാര് ഈ വിഷയം കേൾക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കേൾക്കുന്ന പുരുഷന്മാരുടെ ഭാര്യന്മാർ ആരെങ്കിലും അങ്ങനെ മുലയൂട്ടുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി ഉണർത്തി, നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന അഥവാ വിശുദ്ധമായ ബറാഅത്ത് രാവ്, ശാരീരികമായി കുറച്ച് അസ്വസ്ഥതകളുണ്ട് എങ്കിലും അതൊന്നും വകവെക്കാതെ, കാരണം ഒരുപാട് ആളുകൾ എപ്പോഴാണ് യാസീൻ ഓതേണ്ടത്, എന്നാണ് നോമ്പ് നോൽക്കേണ്ടത്, അതുപോലെ തന്നെ ബറാഅത്ത് രാവിലുള്ള പ്രത്യേകമായ നിസ്കാരമുണ്ടോ പോലത്തെ ഒരുപാട് പിഎമ്മുകൾ ഇന്നലെയും മിഞ്ഞാനും, ബറാഅത്ത് രാവിന്റെ നോമ്പിന്റെ നിയ്യത്ത് എങ്ങനെ വെക്കേണ്ടത്, ഇതെല്ലാം കഴിഞ്ഞ വർഷക്ക് നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ ക്ലാസ് റൂമിൽ വിശദീകരിച്ചതാണ്. പക്ഷെ മറന്നവരുണ്ടാകും, നമ്മുടെ സൈറ്റിൽ കയറി അത്തരം ക്ലാസുകളൊന്നും എടുക്കാൻ സാധിക്കാത്തവരുണ്ടാകും. പുതിയ ശ്രോതാക്കളും അൽഹംദുലില്ലാ KMICക്കുണ്ട് എന്നതും നമുക്കറിയുന്ന ഒരു വിഷയമായതുകൊണ്ട്, കാരണം ഒമാൻ, UAE, സൗദി, ഖത്തർ പോലത്തെ സ്ഥലങ്ങളിലെല്ലാം ബറാഅത്ത് ഇന്ന് സൂര്യൻ അസ്തമിച്ച രാത്രിയും ആ ബറാഅത്തുമായി ബന്ധപ്പെട്ട നോമ്പ് നാളെ പകലിലുമാണ്. അവിടെയും തന്നെ ഒരു ചെറിയ സംശയമുണ്ട്, അഥവാ വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോൽക്കൽ കറാഹത്താണെന്ന് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ ബറാഅത്തിന്റെ നോമ്പ് എന്ന നിലക്ക് വെള്ളിയാഴ്ച മാത്രം നോക്കാൻ പറ്റുമോ, വ്യാഴാഴ്ചയോ അതല്ലെങ്കിൽ ശനിയാഴ്ചയോ കൂട്ടി നോക്കണമോ പോലത്തെ ചർച്ചകളൊക്കെയും ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിയുന്ന ഭാഷയിൽ, സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന ഭാഷയിൽ, പ്രത്യേകിച്ച് റമളാനിൽ നിന്നൊക്കെയും ഖളാ ആയിപ്പോയ നോമ്പുള്ള പലവരും ഉണ്ടാകും. അപ്പൊ ഒരു നോമ്പ് കൊണ്ട് തന്നെ വ്യത്യസ്തമായ നോമ്പിന്റെ ഉത്തരവാദിത്വം നിറവേറ്റലും പ്രതിഫലം കരസ്ഥമാക്കാനുള്ള ചില കാര്യങ്ങളും പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഷൗക്കത്ത് സക്കാഫി അറിയിക്കുന്നു, മലേഷ്യയിലും ബറാഅത്ത് രാവ് ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് സൂര്യൻ അസ്തമിച്ച രാവ്. എന്റെ കേരളത്തിലുള്ള മുഴുവൻ ശ്രോതാക്കളും കൈപ്പുറത്തും കേരളത്തിലും ബറാഅത്ത് രാവ് നാളെ സൂര്യൻ അസ്തമിച്ച രാത്രിയും ബറാഅത്തുമായി ബന്ധപ്പെട്ട നോമ്പ് ശനിയാഴ്ചയുമാണ്. അവിടെയും കേരളക്കാരായ ശ്രോതാക്കൾ മനസ്സിലാക്കണം, ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കലും കറാഹത്താണ്. അതുപോലെ തന്നെ ഞായറാഴ്ച മാത്രം നോമ്പ് നോൽക്കൽ കറാഹത്താണ്. അപ്പൊ ഇന്ന് ഗൾഫ് മേഖലയിലെല്ലാം വെള്ളിയാഴ്ചയാണ് നോമ്പ്. അപ്പൊ വെള്ളിയാഴ്ച മാത്രം നോക്കാൻ പറ്റുമോ? കേരളത്തിലും അതേപോലെ തന്നെ കർണാടക സ്റ്റേറ്റിൽ ഇന്ത്യയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ എന്താണ് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച രാവിലാണ്. അപ്പൊ ശനിയാഴ്ചയാണ് ബറാഅത്തിന്റെ നോമ്പ് വരിക. അപ്പൊ അതുകൊണ്ട് ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കൽ കറാഹത്താനെന്ന് പറഞ്ഞ മസ്അല പ്രകാരം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നോൽക്കണോ, അതല്ല ശനിയാഴ്ച മാത്രം നോക്കാൻ പറ്റുമോ പോലത്തെ ചർച്ച കേരളക്കാരെയും ബാധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അല്ലാഹു തആല ഈ ക്ലാസ് റൂമിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെയും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് അവനവന്റെ കുടുംബമിത്രാദികളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് ബറാഅത്ത് രാവിന്റെ നേരെ മുമ്പുള്ള പകലിൽ നോമ്പ് നോൽക്കുന്ന ചില ഗ്രാമപ്രദേശങ്ങളുണ്ട്. ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ചില സഹോദരിമാര് ഇന്ന് രാത്രിയാണ് ബറാഅത്ത് രാവെങ്കിൽ ഈ പകലിൽ, ഇപ്പൊ വ്യാഴാഴ്ച പകലിൽ നോമ്പ് നോൽക്കുന്നവരുണ്ട്. പക്ഷെ അത് നോമ്പ് നോറ്റാൽ, ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്, വീട്ടിലൊരാൾ വന്നെത്തുന്ന ഒരു മിനിറ്റ്, പ്രത്യേകിച്ചോന്നില്ല ഞാൻ തുടരട്ടെ. ഏതായിരുന്നാലും വീട്ടില്
അതിഥി വന്നപ്പോ തുടരാൻ പറഞ്ഞപ്പോ തുടരുകയാണ്. അപ്പൊ ഏതായിരുന്നാൽ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ 4 രാത്രിയാണ് ബറാഅത്ത് രാവെങ്കിൽ ആ ബറാഅത്ത് രാവിന്റെ നോമ്പ് വെള്ളിയാഴ്ച പകല് നോക്കുക. അങ്ങനെ ഒരവസ്ഥ. അത് നോൽക്കുന്നത് കൊണ്ട് കുഴപ്പമെന്തോ ഇല്ലേ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് നമ്മളെ നാടുകളിലേക്കൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാം. കേരളത്തിൽ ഏതായാലും ബറാഅത്ത് നോമ്പ് ശനിയാഴ്ചയാണ്. പല സ്ത്രീകളും അത് വെള്ളിയാഴ്ച നോക്കുന്നുണ്ട്. വെള്ളിയാഴ്ച നോക്കാം. അത് എങ്ങനെ നോക്കണം? അപ്പൊ ആ നോമ്പിന് വെള്ളിയാഴ്ച പകലിലും നോമ്പ് നോക്കാം. പക്ഷെ ബറാഅത്ത് രാവിന്റെ പേരിലുള്ള പ്രത്യേകമായ നോമ്പ് എന്ന് നോക്കണം. അതുപോലെ തന്നെ ചില കൂടുതലൊന്നും ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കാത്ത ചില ഉസ്താദന്മാർക്കൊരു സംശയം. എന്താ സംശയം? അല്ല, ഈ നിസ്ഫു ഷഅബാൻ ബറാഅത്ത് രാവിലെ നോമ്പ് നോൽക്കണം എന്ന് എവിടെങ്കിലും ഫിഖിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സംശയമല്ല ചില ഉസ്താദന്മാരുണ്ട്. കാരണം സാധാരണ ഫിഖിന്റെ കിതാബിലൊന്നും നോക്കുമ്പോൾ ഒരു ബറാഅത്തിന്റെ പകുതി ഷഅബാൻ പകുതിയിൽ നോമ്പ് നോൽക്കുന്ന ഒരു വിഷയം കാണില്ല. അപ്പോ ഈ നിസ്ഫു ഷഅബാനിന്റെ പകലിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് ഏതെങ്കിലും ഫിഖിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സംശയം. പിന്നെ ആകത്തുക ഈ അവാന്തര വിഭാഗങ്ങൾ ഇറക്കി വിടുന്ന ഒരു വിഷയമുണ്ട്. ബറാഅത്ത് രാവ് എന്ന് പറയുന്ന ഒരു പുണ്യമായ രാവില്ല. അത് ചീരിനി പിരിയന്മാർ തട്ടിപ്പതച്ചുണ്ടാക്കിയ ഒരു രാവാകുന്നു എന്നു പറയുന്ന അവാന്തര വിഭാഗങ്ങൾ. കേരളത്തിലെ മുജാഹിദ് വിഭാഗങ്ങളൊക്കെയും അവരുടെ അൽമനാർ പോലോത്ത മാസികകളിൽ ഇത്തരം ദുരാരോപണങ്ങൾ പച്ച മലയാളത്തിൽ എഴുതി വിടുന്നത് കാണാം. അതൊക്കെ പൂവ് വിടാൻ മറക്കാതിരുന്നാൽ പറയാൻ മനസ്സിനൊരാവേശം കിട്ടും എന്ന് ഉണർത്തുകയാണ്. എന്താ അവരുടെ ആരോപണം? ബറാഅത്ത് രാവിന് പ്രത്യേകമായ പുണ്യം ഇല്ല. അത് ചീരിനി പ്രിയന്മാര് പതച്ചുണ്ടാക്കിയ ഒരു രാവാണ്. അതിന് നമുക്ക് ആദ്യമായി മറുപടി പറഞ്ഞ്, അപ്പൊ അതിന് മറുപടിയാകും ചെയ്യും ഈ വരാൻ പോകുന്ന ഈ മഹത്തായ ബറാഅത്ത് രാവ് ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട മഹത്വമുള്ള രാവാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം വിശുദ്ധമായ ഖുർആൻ, അഥവാ ആ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ദുഹാൻ എന്ന് പറയുന്ന ഒരു സൂറത്ത് കാണാം. അവിടെ ഞാൻ ഒരു ഇഷ്കാല് ആദ്യം തീർക്കുകയാണ്. നിങ്ങളൊക്കെയും നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കണമെന്ന്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാടുകളിലൊക്കെയും ഈ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തോദനം, 3 യാസീനും ഒരു സൂറത്തും ഓതാനുണ്ട് എന്ന് നമ്മുടെ സഹോദരിമാർക്കറിയാം. ഞാനിത് പറയാൻ കാരണം, സാധുവായ ഞാൻ ഇത്തരം ആഴ്ചകളിലായി ഓരോ മദ്രസ ഏരിയകളിലൊക്കെയും ക്ലാസ്സിന് പോകുന്ന ഒരു ചെറിയ ഉസ്താദ് എന്ന നിലക്ക് നമ്മുടെ കേരളത്തിലെ പല ഗ്രാമപ്രദേശങ്ങളിലുമുള്ള പല സഹോദരിമാരുടെയും ഇത്തരം ദിവസങ്ങളിലുള്ള വിശ്വാസങ്ങളും അവരുടെ തെറ്റായ ധാരണകളും വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെയും നിങ്ങളുടെ വീടുകളിലേക്ക് വിളിച്ച് അന്വേഷിക്കണം, അത് ഉപദേശിക്കണം, പറഞ്ഞു കൊടുക്കണം എന്ന് പറയാൻ കാരണം, അതായത് വിശുദ്ധമായ ഖുർആനില് ബറാഅത്ത് എന്ന് തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട് അല്ലെ, സൂറത്തു തൗബ അല്ലെ, അങ്ങനെ തന്നെയല്ലേ? ശബ്ദം കേൾക്കുന്ന ഉസ്താദുമാരിന്റെ ഓർമ്മ ശരിയല്ലേ? സൂറത്തു തൗബ തുടങ്ങുന്നത് ബറാഅത്തും മിനല്ലാഹി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിന്റെ യഥാർത്ഥ പേര് സൂറത്തു തൗബ എന്നാണ്. ആ സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ഓതാൻ പാടില്ല, ഹറാമാണ്. അതുപോലെ തന്നെ ആ സൂറത്ത് ഓതി ഇടയിൽ നമ്മൾ നിർത്തി രണ്ടാമത് പിന്നെപ്പോഴെങ്കിലും തുടങ്ങുകയാണെങ്കിലും ബിസ്മി ഓതാൻ പാടില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. കൂട്ടത്തിൽ സൂറത്തു തൗബ പറഞ്ഞപ്പോ ഒരു ഉപകാരമുള്ള കാര്യം സാന്ദർഭികമായി പറയുകയാണ്. ആ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്താണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ
ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ രണ്ട് ആയത്ത് സൂറത്തു തൗബയിലെ അവസാനത്തെ ഈ രണ്ട് ആയത്ത്, ഈ ആയത്തിന്റെ മഹത്വം വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, ഈ ആയത്തുകളുടെ മഹത്വം മാത്രം പറഞ്ഞാൽ 100 കണക്കിന് കിതാബുകൾ എഴുതാനുണ്ട് എന്നാണ്. അത്രയും മഹത്വമുള്ള രണ്ടായത്താ. ഏറ്റവും വലിയ ആ രണ്ടായത്തിന്റെ മഹത്വം എന്താ? രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ 2 ആയത്ത് 7 പ്രാവശ്യം മോദിയാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആകാശം പൊലിഞ്ഞു ചാടുന്ന, അതിന്റെ ഒരു ഗൗരവരീക്കാണ്. ആകാശം മുതിർന്ന് വീഴൽ ഖിയാമത്ത് നാളില എല്ലാവർക്കും പറ്റും. പക്ഷെ ആ വിഷയത്തിന്റെ ഒരു ഗൗരവം പറയാൻ, അടിച്ചു കൊന്നു എന്നറിയില്ലേ, ആ വാപ്പ ആ മകൻ അങ്ങട്ട് അടിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ അടിച്ചു കൊന്നിട്ടില്ല, അത്രയും ശക്തിമത്തായ അടി അടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതൊക്കെയും തുഹ്ഫത്തുൽ ഇഖ്വാനൊക്കെ ഓതുമ്പോ ഉസ്താദന്മാര് ഒരു മജാസ് വിശദീകരിക്കലുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പൊ അതിന്റെ ശക്തി അറിയിക്കാൻ, അങ്ങനത്തെ ഒരു മുസീബത്ത് ഭൂമിയിലുണ്ടായാലും സുബഹി നിസ്കാരം കഴിഞ്ഞ് 2 ആയത്തോതിയ വ്യക്തികൾ ആ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടും. അതേ രൂപത്തിൽ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് 2 ആയത്തോതിയാൽ ഫജ്ർ സാദിഖ് വെളിവാകുന്നത് വരെയുള്ള സർവ്വ മുസീബത്തുകളെ തൊട്ടും രക്ഷപ്പെടും. അത് ഓതിയ ദിവസം അവനൊരു ഹബ്സിൽ കുടുങ്ങുകയില്ല എന്നല്ല, ആ ദിവസം അവൻ മരിക്കുകയില്ല എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ സംഭവം ഞാൻ ഒരു കാര്യപ്പെട്ട ഉസ്താദ് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അത് ബർസഞ്ചി എന്ന് പറയുന്ന ഒരു മൗലിദുണ്ട്, മൗലിദുൽ ബർസഞ്ചി അല്ലെ, അതിന്റെ ഹാഷ്യയിൽ ഈ സംഭവം ഉണ്ട് എന്നും പറയപ്പെടുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഒരു വലിയ മഹാന് എന്നും ഈ 2 ആയത്ത് രാവിലെയും വൈകുന്നേരവും ഓതും. പക്ഷെ അദ്ദേഹം 130 വയസ്സായിട്ടും മരിച്ചില്ല. അങ്ങനെ ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടപ്പോ ഈ മഹാനുഭാവൻ പറഞ്ഞത്രേ, നബിയെ, എനിക്ക് വഫാത്തായി അങ്ങയോടൊപ്പം ചേരണം, ഞാൻ മരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞത്രേ, ആ ലഖദ് ജാഅക്കും ചെല്ലൽ അങ്ങത്ത് ഒഴിവാക്കിക്കാലാൻ. ഓക്കെ, അപ്പൊ അത്രയും മഹത്വമുള്ള 2 ആയത്താണ്. ഞാൻ എന്റെ വിഷയം അതല്ല. അപ്പൊ അങ്ങനത്തെ ആയത്തുകൾ നല്ല നല്ല രാവുകളിലൊക്കെയും ചെല്ലുന്നതും ചെല്ലിപ്പിക്കുന്നതും നല്ലതാണ്. സാധിക്കുന്നവരൊക്കെ ചെല്ല, പ്രത്യേകിച്ച് ഡ്രൈവർമാര്, ഈ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അല്ല, ഇനി ഡ്രൈവർമാരും പോവട്ടെ, എല്ലാവരും ദിവസേന വാഹനങ്ങളിൽ അവനവന്റെ ആവശ്യങ്ങൾക്ക് വരെ യാത്ര ചെയ്യുന്നവരാണ്. ഒരു ദിവസത്തിൽ വാഹനത്തിൽ കയറാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇനി വാഹനത്തിൽ കയറാത്തവരാണെങ്കിലും മരിക്കും. ഇവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തീരെ വാഹനത്തിൽ കയറിയിട്ടില്ല. തീരെ വാഹനത്തിൽ കയറാത്ത ഒരു വ്യക്തി പേടിച്ചിട്ട്, വാഹനം മറിയുമോ എന്ന് പേടിച്ച് വാഹനത്തിൽ കയറാത്ത ഒരു വ്യക്തി 90ാമത്തെ വയസ്സിൽ ആ വ്യക്തി മരിക്കുന്നത് വാഹനം ഇടിച്ചിട്ടാണ്. അത് മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു സംഭവം മുമ്പ് കുറെ കാലങ്ങൾക്ക് മുമ്പേ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഓർക്കുന്നു. അപ്പൊ നമ്മൾ വാഹനത്തിൽ കയറിയിട്ടില്ലെങ്കിലും വാഹനത്തിന്റെ നമ്മൾ റോഡിന്റെ സൈഡിലൂടെ നടക്കുമ്പോൾ കടയിലേക്ക് വാഹനം ഇടിച്ചു കയറി ബ്രേക്ക് പോയി എത്രയോ ആളുകൾ മരിക്കുന്നു. നമ്മളൊക്കെയും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഫ്ലൈറ്റ് മുകളിലേക്ക് പൊന്തിയാൽ, ഫ്ലൈറ്റിന്റെ സൈഡിൽ ഇരിക്കാൻ അവസരം കിട്ടിയാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ചില്ലിന്റെ താഴ്ഭാഗത്തിലൂടെ ഒന്ന് കീപ്പോട്ട് നോക്കിയാൽ നിസ്കാരം കളാ ഉള്ളവരെ ഉറപ്പിക്കും, റബ്ബേ കരിപ്പൂർ എയർപോർട്ടിൽ എത്തിയാൽ എല്ലാ നിസ്കാരം കളാ വീട്ടിയിട്ടേ ഞാൻ പെരേക്ക് പോകുള്ളൂ ഞാൻ തീരുമാനിക്കും. അത്രയും ആഴത്തിലാണ് ഈ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊക്കെയും.
അപ്പൊ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിനു മുമ്പ് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പുറപ്പെടുന്ന ദിവസം, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ദിവസം ഞാനൊരു 7 പ്രാവശ്യം ഈ 2 ആയത്തൊന്ന് ഓതട്ടെ, എല്ലാ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് വാഹത്തായി ഞാൻ എന്റെ കുടുംബമിത്രാദികളുടെ ഇടയിൽ എത്തിച്ചേരട്ടെ എന്നൊക്കെ തീരുമാനിക്കുന്നത് നല്ലതാണ്. ഞാൻ ഏതായാലും കേരളത്തിലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള സഹോദരിമാരുടെ ഒരു തെറ്റിദ്ധാരണ തിരുത്താനും നിങ്ങളുടെ വീടുകളിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും സൂറത്തു തൗബയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നപ്പോ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക് ഞാൻ ഉണർത്തിയതാണ്. കാരണം ഇപ്പോൾ കുറെ ആളുകള് ബറാഅത്ത് രാവിൽ യാസീൻ അപ്പ ഓതണം എന്ന് കേൾക്കാൻ വന്നവർക്ക് ചിലപ്പം അവർ ശ്രദ്ധിക്കാത്ത ചില വിജ്ഞാനങ്ങൾ കൂടി കിട്ടുമ്പോ KMIC-യിൽ എൽമുണ്ട് എന്ന് ചിലര് ഐഡിയ ഉണ്ടാക്കിയത് അത് സാക്ഷാത്കരിക്കാനും വേണ്ടി ഞാൻ ഉണർത്തി എന്ന് മാത്രം. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചില സഹോദരിമാര് ബറാഅത്ത് രാവിൽ ഓതുന്ന സൂറത്ത് അസറിനോ മഗ്‌രിബിക്കോ പറയാം. ബറാഅത്ത് സൂറത്ത് ഓതുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഞാൻ ഇത്തരം ക്ലാസുകളൊക്കെ എടുക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെയും പല സഹോദരിമാരോടും ഞാൻ ആദ്യം ചോദിക്കും, അല്ല ഈ ബറാഅത്ത് രാവിലെ ഏത് സൂറത്താണ് ഓതേണ്ടത്? മിക്ക സഹോദരിമാരും പറയും അത് ഉസ്താദേ ബറാഅത്ത് എന്ന് പറയുന്ന സൂറത്തല്ലേ ഓതേണ്ടത്. അപ്പൊ ഞാൻ അത് തിരുത്തി കൊടുത്ത് അൽഹംദുലില്ലാ ഒരുപാട് സഹോദരിമാര് തിരുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ അറിയിക്കാൻ നിങ്ങൾ വീട്ടിലേക്കൊക്കെ വിളിക്കാം. കാരണം അവര് കാണുന്നത് ബറാഅത്ത് എന്ന് കാണുമ്പോ പല സാധാരണക്കാരും മനസ്സിലാക്കി വെച്ചത് ഈ സൂറത്താണ് ബറാഅത്ത് രാവിലെ ഓതേണ്ടത്. അല്ല, അത് സൂറത്തു തൗബയാണ്. ആ സൂറത്തും ബറാഅത്ത് രാവും തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെ ആ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ബറാഅത്ത് അത് നമ്മൾ ഈ ആദരിക്കപ്പെടേണ്ട ബറാഅത്ത് രാവ് എന്ന അർത്ഥത്തിലുള്ള ബറാഅത്തല്ല. അത് ബറാഅത്തും മിനല്ലാഹി എന്ന് പറഞ്ഞ് വേറെ വിഷയം, യുദ്ധവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, ബറാഅത്ത് രാവിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതേണ്ട സൂറത്ത് സൂറത്തു ദുഖാൻ എന്ന് പറയുന്ന സൂറത്താണ്. അഥവാ സൂറത്തു യാസീൻ കഴിഞ്ഞാൽ 8ാമത്തെ സൂറത്ത്. കാരണം സൂറത്തു യാസീൻ എല്ലാവർക്കും അറിയും മുസ്ഹഫിൽ എവിടെയുള്ളത്. എല്ലാരും മുസ്ഹഫിലും അടയാളം വെച്ചിട്ടുണ്ടാവും ദിവസേനയ്ക്കും സൂറത്ത് യാസീൻ ഓതാൻ. കാരണം ദിവസേന ഒരു സൂറത്ത് യാസീൻ ഓതിയാൽ മനസ്സിൽ നല്ല സന്തോഷമുള്ള ദിവസമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സൂറത്ത് യാസീന്റെ 8ാമത്തെ സൂറത്ത് എന്ന് പറയാൻ കാരണത. അപ്പൊ സൂറത്ത് യാസീൻ കഴിഞ്ഞാൽ 8ാമത്തെ സൂറത്താണ് സൂറത്തു ദുഖാൻ. കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ, എന്താ ദുഖാൻ? ദുഖാൻ എന്ന് പറഞ്ഞാൽ പുക എന്നാണ് അർത്ഥം. ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്ന ഭയാനകമായ ഒരു പുകയെക്കുറിച്ച് ആ സൂറത്തിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ആ സൂറത്തിന് സൂറത്തു ദുഖാൻ പുക എന്നർത്ഥം വരുന്ന പേര് വെക്കാൻ കാരണം. കൂട്ടത്തിൽ മറ്റൊരു കാര്യം, ഇത് ബറാഅത്ത് രാവിലെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മാത്രം ഓതൽ സുന്നത്തായ സൂറത്തല്ല. ദിവസേന വിശുദ്ധമായ ഖുർആനിൽ നിന്ന് 7 സൂറത്ത് പതിവായി ഓതൽ സുന്നത്താണ്. ആ സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്താണ് സൂറത്തു ദുഖാൻ എന്നും അറിയിക്കുന്നു. പിന്നെ അവരൊരു ഫിഖ്ഹിയായ മസ്അല കടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നാൽ വിഷയം തെറ്റിപ്പോകുമെന്ന് ഭയപ്പെട്ട് കടക്കുന്നില്ല, സൂചിപ്പിക്കാം. എന്താണത്? ദിവസേന പതിവായി ഓതി വരുന്ന സൂറത്ത്. ഒരു സഹോദരി എന്നും സൂറത്തു യാസീനും സൂറത്തു ദുഖാനും സൂറത്തു വാക്കിയയും പോലത്തെ സ്ഥിരം പതിവാക്കൽ സുന്നത്തായ സൂറത്തുകൾ ഓതി വരുന്ന സൂറത്തുകൾ ഹൈള് നിഫാസ് പോലത്തെ സമയങ്ങളിൽ ആ പതിവായി ഓതി വരുന്ന സൂറത്തുകൾ ഓതാൻ പറ്റുമോ പറ്റില്ലേ എന്ന ഒരു ഫിഖ്ഹിയായ ചർച്ച
അത് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ തൽക്കാലം ഒന്ന് സൂചിപ്പിച്ചു. കാരണം സ്ഥിരം യാസീൻ ഓതുന്ന സഹോദരിമാർ, സ്ഥിരം സൂറത്തുൽ മുൽക്ക് ഓതുന്ന സഹോദരിമാർ, സ്ഥിരം സൂറത്തുൽ വാക്കിയ ഓതുന്നവർ, സ്ഥിരം സൂറത്തു യാസീൻ ഓതുന്നവർ, സ്ഥിരം സൂറത്തു അലിഫിലാമീം സജദ ഓതുന്നവർ, സ്ഥിരം സൂറത്തു സൽസല ഇദാ സുൽസിലത്തിൽ എന്നുള്ള സൂറത്ത് ഓതുന്നവർ, സ്ഥിരം അൽഹാക്കും മുത്തക്കാസുർ എന്ന സൂറത്ത് ഓതുന്നവർ, അത് ഹൈലാവസരത്തിലും പ്രസവരക്തം പുറപ്പെടുന്ന സമയത്തിലും ആ പതിവുള്ള സൂറത്തുകൾ അത്തരം ദിവസങ്ങളിൽ അതൊരു ദിക്റാണ് എന്ന നിയ്യത്ത് പ്രകാരം ദിവസേനെ കൊണ്ടുവരുന്ന വളായിഫ്, ഔറാദുകള്, പതിവുകള് എന്ന നിലക്ക് ഓതാൻ പറ്റുമോ ഇല്ലേ എന്ന ഒരു ചർച്ച അവിടെ നിൽക്കട്ടെ. ഞാൻ അതിലേക്ക് കടന്നാൽ ഇന്നത്തേക്ക് ആവശ്യമായത് പറയാൻ സമയം കിട്ടില്ല എന്ന് വരും. നമ്മുടെ അബൂ ഹാഷിം ഉസ്താദ് ഇന്നുണ്ടാകൂല എന്ന് സൈൻ തിരുക്കരിപ്പോൾ അറിയിച്ചത് കൊണ്ട് സാധാരണക്കാർക്ക് ഉപകരിക്കുന്നത് ഒന്ന് വിശാലമായി പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ബറാഅത്ത് രാവിലെ യശാമഇരിബിന്റെ യദയിൽ 3 യാസീനുണ്ട്, അത് പറയാം. ആദ്യം ഞാൻ സൂറത്തു ദുഹാന് പറയുന്നത് ഈ ബറാഅത്ത് രാവിന്റെ മഹത്വം അറിയിക്കുന്നത് സൂറത്തു ദുഹാനിലൂടെയാണ്. അപ്പൊ ആ മഹത്വത്തിലേക്ക് കടക്കുമ്പോ ആ സൂറത്തിന്റെ മറ്റു വശങ്ങളൊന്ന് പറഞ്ഞു എന്നു മാത്രം. അപ്പൊ അതുകൊണ്ട് സൂറത്തു ദുഹാനാണ് ഓതേണ്ടത്, സൂറത്തു ബറാഅത്തല്ല എന്ന് വളരെ വ്യക്തമായി ഒരു സഹോദരി എന്നോട് പറഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. ഒരു വലിയ വയസ്സായ ഒരു സഹോദരി, ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? അലി റളിയല്ലാഹു തആല അൻഹു മഹദിയായ ഫാത്തിമ ബീബിയുടെ അടുക്കൽ വരാത്ത രാവിനാണ് ബറാഅത്ത് രാവ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം നമ്മുടെ കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു. അറിയോ? കാരണം നമ്മുടെ കേരളത്തിൽ മുൻകാലത്തെ ഹജ്ജിന് പോകുന്നവർ ഭാര്യയെ തലാക്ക് ചൊല്ലി അടിയന്തരം കഴിച്ച് ഹജ്ജിന് പോകുന്ന ഒരു കാലഘട്ടം കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വയസ്സായവർ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെയും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും ദറസുകളും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും SYSന്റെയും SSFന്റെയും പഠനാർഹമായ ക്ലാസുകളും ഓൺലൈൻ ക്ലാസ് റൂമുകളൊക്കെയും ഇല്ലാത്ത വെറും പലകമ്മേൽ അലിഫ് ബാ താ എന്ന് മാത്രം എഴുതി പഠിപ്പിച്ച കാലഘട്ടത്തിലൊക്കെയും അത്തരം ഒരു വിശ്വാസം. കൂട്ടത്തിലൊന്ന് പറയട്ടെ, പ്രസവിച്ച് കഴിഞ്ഞ പ്രസവരക്തം നിന്ന് 40ന്റെ അന്ന് സഹോദരിമാരെ കുളിപ്പിക്കുമ്പോൾ മുത്തുനബിയുടെ മകള് പുന്നാര ഫാത്തിമ ബീവി കുളിച്ച മാതിരി കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നൂന്ന് വയസ്സായ സഹോദരിമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. മുത്തുനബിയുടെ പുന്നാരമോല് ഫാത്തിമ ബീവി കുളിച്ച മാതിരി കുളിക്കുന്നൂന്ന്. ഇങ്ങനെ നിയ്യത്ത് വെച്ച് കുളിച്ച ഗ്രാമപ്രദേശങ്ങളിലുള്ള സഹോദരിമാരുണ്ടായിരുന്നൂന്ന് വയസ്സായ സഹോദരിമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനത്തൊക്കെ അന്ധവിശ്വാസങ്ങള് ചിലപ്പോൾ ഇത്തരം ക്ലാസുകളൊന്നും കേൾക്കാത്ത ഏതെങ്കിലൊക്കെ കുഗ്രാമങ്ങളിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് വയനാടിന്റെയും സുൽത്താൻ ബത്തേരിയുടെയും ചുരത്തിന്റെ മുകളിലുള്ള ചറ്റപ്പെരകളിലിരുന്ന് നമ്മുടെ KMICയുടെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് സഹോദരിമാര് ഒരുപാട് അന്ധവിശ്വാസത്തിൽ നിന്ന് KMICയിലൂടെ മോചനം ലഭിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത കേൾക്കുമ്പോ നമുക്ക് ഇനിയും നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടി പ്രവർത്തിക്കാൻ സഹായിക്കാൻ അള്ളാഹു നമുക്ക് ഇനിയും തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തില് വിശ്വാസം വന്നൂതായൊന്നുമില്ല. ഇന്നും എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ ചില ഗ്രാമപ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങള് ഇത്രയും സമയം അബു ഹാഷിം ഉസ്താദ് ഇല്ല എന്ന നിലക്ക് ഒന്നുകൂടി വിശാലമായി പറയുന്നത്. ഏതായിരുന്നാലും ഒറ്റ വാക്കിൽ ഞാൻ ആ വിഷയം പറയുന്നു. സൂറത്തു ദുഹാനാണ് ബറാഅത്ത് രാവിൽ ഓതേണ്ട സൂറത്ത്. പിന്നെ 3 യാസീനും. അത് സമയം പറയാം. ഏതല്ല ബറാഅത്ത് എന്ന് തുടങ്ങുന്ന
ആ വിശുദ്ധമായ ഖുർആനിലെ ഏകദേശം ആദ്യ ഭാഗത്തുള്ള സൂറത്തു തൗബ അല്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഈ സൂറത്തു ദുഹാനിലെ ഫസ്റ്റിലെ ആയത്ത് നമുക്കറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ഇതാണ് സൂറത്തു ദുഹാനിലെ ആദ്യത്തെ ആയത്ത്. ഹാമീം അല്ലാഹു അഅലം വറസൂലുഹു. എന്താണ് ഹാമീം എന്നതിന്റെ അർത്ഥം? അലിഫ് ലാം മീം. ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ വേറെ പല വിശദീകരണമുണ്ട്. നമുക്ക് തഫ്സീറിന്റെ ക്ലാസ് അല്ലാത്തത് കൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ നമ്മുടെ അബു സാജിദ് ഉസ്താദിന്റെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് തുടർ ക്ലാസുകളിലായി നമുക്ക് കേൾക്കാം. വൽ കിതാബിൽ മുബീൻ, വിശുദ്ധമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു, നിശ്ചയമായും വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ അവതരിപ്പിച്ചു, ഇറക്കി. ഫീ ലൈലത്തിൻ മുബാറക്കത്തിൻ, ബറക്കത്താക്കപ്പെട്ട രാത്രിയിൽ. അവിടെയും സാന്ദർഭികമായി ഒന്ന് ഉണർത്തുകയാണ്, ഖുർആനിന്റെ അവതരണം അത് വ്യത്യസ്തമായ രൂപത്തിലാണ്. ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിലേക്കും ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ആവശ്യാനുസരണം 23 വർഷങ്ങളെ കൊണ്ട് ഭൂമിയിലേക്കുമാണ് വിശുദ്ധമായ ഖുർആൻ ഇറക്കിയത്. അപ്പൊ ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് നല്ലൊരു പഠനം സാധാരണക്കാർക്ക് ആവശ്യമാണ്. അതറിയാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മയ്യത്ത് ഖബറിൽ വെച്ച് ഉസ്മാൻ അലൈഹിസ്സലാം നമ്മൾ ചെയ്ത അമലുകളൊക്കെയും റിക്കാർഡാക്കാൻ പറഞ്ഞു. ശേഷം മുങ്കർ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ വന്ന് ഓരോ ചോദ്യങ്ങളുടെ ഇടയിലായി വമായി മാമുക്ക, നീ അവലംബിച്ച ഗ്രന്ഥം ഏതാണെന്ന് ചോദിക്കുമ്പോ അതിനു വ്യക്തമായി മറുപടി പറയേണ്ടത് വിശുദ്ധമായ ഖുർആൻ എന്നാണ്. അതുകൊണ്ട് ഖുർആനിനെ പറ്റിയുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് വരാൻ പോകുന്ന വിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് ഞാൻ തൽക്കാലം നീട്ടിവെക്കുകയാണ്. എപ്പോഴാണ് ഖുർആൻ ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക്, പിന്നെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് റസൂലുള്ളാഹിയിലേക്ക് പോലത്തെ ഖുർആനിന്റെ ഒരു അവതരണ പഠനം നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഏതായിരുന്നാലും സൂറത്തു ദുഹാനിലെ ഈ ആയത്തില് ഇന്നാ അൻസൽനാഹു, ഖുർആനിനെ നമ്മൾ അവതരിപ്പിച്ചു, ഖുർആനിനെ നമ്മൾ ഇറക്കി. ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട രാത്രിയിൽ. ഈ ബറക്കത്താക്കപ്പെട്ട രാത്രി ഏതാണെന്നതിൽ പണ്ഡിതന്മാർക്ക് അഥവാ മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈ സൂറത്തു ദുഹാനിൽ ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞ രാവു കൊണ്ടുള്ള ഉദ്ദേശം അത് ലൈലത്തുൽ ഖദ്ർ ആണ് എന്ന് പറയുമ്പോ മഹാന്മാരാവുന്ന ഇക്രിമാ റളിയല്ലാഹു തആല അൻഹു, നല്ലൊരു വിഭാഗം ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാരാവുന്ന മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇന്നഹാ ലൈലത്തുൽ ബറാഅത്തി, അത് ബറാഅത്ത് രാവാണ്. വഹിയ, ബറാഅത്ത് രാവെന്ന് പറഞ്ഞാൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിൽ നിന്നുള്ള പകുതിയുടെ രാവാകുന്നു. ഗൾഫുകാർക്ക് ഇന്ന് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന രാവും കേരളക്കാർക്ക് നാളെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന രാവുമാകുന്ന ശഅബാനിന്റെ പകുതിയുടെ രാവാകുന്ന ലൈലത്തുൽ ബറാഅത്ത് എന്ന് പറയുന്ന രാവാണ് ഫീ ലൈലത്തിൻ മുബാറക എന്ന സൂറത്തു ദുഹാനിലെ ലൈലത്ത് കൊണ്ട് ഉദ്ദേശമെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നതായി തഫ്സീറു റാസിയിൽ കാണാം. അതുപോലെ തന്നെ റൂഹുൽ ബയാനിൽ കാണാം. അതുപോലെ തന്നെ തഫ്സീറു അബു സഊദിൽ കാണാം. തഫ്സീറു ജലാലൈനിയിൽ കാണാം. അതുപോലെ തന്നെ തഫ്സീറു സാവിയിൽ കാണാം. അതുപോലെ തന്നെ തഫ്സീറുൽ ഖുർത്തുബിയിൽ കാണാം. ഞാൻ ഇത്രയും കിതാബുകൾ പറഞ്ഞത് എന്തിനാണ്? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, ബറാഅത്ത് രാവ് മഹത്വമുള്ളതല്ല, അത് ചീരിനി പ്രിയന്മാര് തട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു രാവാണെന്ന് പറയുന്ന കേരളത്തിലെ മുജാഹിദ് പോലത്തെ അവാന്തര വിഭാഗങ്ങളിലേക്ക്
എന്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റൂമുകളിലുള്ള ഏതെങ്കിലും ബിദ്ഈ ആശയക്കാര് നിങ്ങൾ ഇങ്ങനൊരു രാവിന് മഹത്വം കൽപ്പിക്കുന്നു, ഇത് വച്ച പണ്ഡിതന്മാരും അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവർക്കൊരു ചെറിയ മരുന്ന് എന്നോണം, ഒരു മറുപടി എന്നോണം മാത്രം സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ഉണർത്തിയതാണ്. അപ്പൊ തഫ്സീറുൽ റാസി, തഫ്സീറുൽ ഖുർത്തുബി, തഫ്സീറുൽ റൂഹുൽ ബയാൻ, തഫ്സീറു അബു സഊദ്, തഫ്സീറു സാവി, തഫ്സീറുൽ ജലാലൈനി പോലത്തെ ഗ്രന്ഥങ്ങളിലെല്ലാം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്ക എന്ന് പറയുന്ന മുബാറക്കായ രാവ് കൊണ്ട് ഉദ്ദേശം അത് നിസ്ഫു ശഅബാനിലെ ബറാഅത്ത് രാവ് എന്നറിയപ്പെടുന്ന രാവാണെന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ബറാഅത്ത് രാവിന് വേറെയും ബറാഅത്തുർ റഹ്മ, ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ മുബാറക്ക പോലത്തെ പല പേരുകളും ഏതിനിക്കുണ്ട്. ഈ ലൈലത്തുൽ ബറാഅത്തിനുണ്ട് എന്നും റൂഹുൽ ബയാൻ പോലത്തെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതിന്റെ പുറമെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൊല്ലത്തിലൊരിക്കെ മനുഷ്യർ ചെയ്ത മുഴുവൻ അമലുകളും അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ഉയർത്തപ്പെടും എന്ന് പറഞ്ഞ കൂട്ടത്തില് നിസ്ഫു ശഅബാനിന്റെ രാവിൽ അഥവാ ബറാഅത്തിന്റെ രാവിൽ നാം ചെയ്ത ഒരു കൊല്ലത്തെ അമലുകൾ ഒന്നായിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു അതിമഹത്തായ ദിവസമാകുന്നു ബറാഅത്ത് രാവ്. അതുകൊണ്ട് ശീലിനി പ്രിയന്മാര് തട്ടിപ്പതച്ചുണ്ടാക്കിയ ഒരു രാവ് അല്ല എന്ന് ആകത്തുക. ദിവസേന അമലുകൾ ഉയർത്തുന്നുണ്ട്. പകലിലും രാത്രിയിലും നമ്മൾ ഓരോ പകൽ ചെയ്ത അമലും വൈകുന്നേരത്ത് ഉയർത്തുന്നു. ഓരോ രാവുകളിലും ചെയ്ത അമല് പ്രഭാതത്തിൽ ഉയർത്തുന്നു. ഓരോ ആഴ്ചയും ചെയ്ത അമല് തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും ഉയർത്തപ്പെടുന്നു. ഓരോ കൊല്ലവും ചെയ്ത അമലുകളിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലും ബറാഅത്ത് രാവിലും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇതെല്ലാം വളരെ വ്യക്തമായി റസൂലുള്ളാഹിന്റെ ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഒരു മനുഷ്യൻ ചെയ്ത അമലുകളൊക്കെയും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു അതിമഹത്തായ രാവാകുന്നു ബറാഅത്ത് രാവ്. ഇനി എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരും അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുകളില് ലൈലത്തുൽ ബറാഅത്തിന്റെ മഹത്വം വിശദീകരിക്കുന്നത് കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയുടെ രാത്രി ആയാൽ ഫഖൂമു ലൈലഹാ, ആ രാവിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കുക. വസൂമു നഹാറഹ, ആ രാവിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് നോൽക്കുക. കാരണം ഇന്നല്ലാഹ തബാറക വ തആല, നിശ്ചയമായും അല്ലാഹു തആല യൻസിലു ഫീഹാ, അല്ലാഹു തആലാന്റെ റഹ്മത്ത് ആ രാവിൽ ഇറങ്ങും. ലിഗുറൂബി ശംസി, സൂര്യൻ അസ്തമിച്ചേടം മുതൽ ഇലസ്സമാഇ ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക്. ഫയഖൂലു, അങ്ങനെ അല്ലാഹു തആല പറയുന്നതാണ്, അലാ മിൻ മുസ്തഗ്ഫിരിൻ, ആരാണ് എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നത്? ഫഅഗ്ഫിറു ലഹു, അവനിക്ക് ഞാൻ പൊറുത്തു കൊടുക്കും. അലാമിൻ മുസ്തർസിഖിൻ, അലാമിൻ മുസ്തർസിഖിൻ, ആരാണ് എന്നോട് ഭക്ഷണം ആവശ്യപ്പെടുന്നത്? ഫഅർസുഖുഹു, അവനിക്ക് ഞാൻ ഭക്ഷിപ്പിക്കും. അലാമിൻ മുബ്തലിൻ, ആരാണ് പരീക്ഷിക്കപ്പെട്ടവർ? അലാമിൻ മുബ്തലൻ, ആരാണ് പരീക്ഷിക്കപ്പെട്ടവർ എന്നോട് ശിഫാക്ക് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ചോദിക്കുന്നത്? ഫഉആഫീഹി, അവനിക്ക് ഞാൻ ആഫിയത്ത് നൽകും. ഇത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതായി മിഷ്കാത്തിലും സുനൻ ഇബ്നു മാജയിലും അത്തർഗീബ് വത്തർഹീബ് പോലത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെയും ഇത് കാണാം. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ബറാഅത്ത് രാവിന്റെ അന്ന് നിസ്ഫു ശഅബാനിന്റെ രാത്രിയില് അഥവാ ബറാഅത്ത് രാവിലെ അന്ന് ജന്നത്തുൽ ബഖീ പോയി സന്ദർശിക്കുമെന്നും എന്നല്ല, മഹദിയായ ആയിഷ ബീവിയുടെ
ബീവിയുടെ അടുക്കൽ കിടക്കുന്ന നബി ആയിഷ ബീവി ഉറങ്ങിയതിനു ശേഷം അതാ എഴുന്നേറ്റ് ജന്നത്തുൽ ബഖീയിൽ പോയി ദുആ ചെയ്യുന്നു. റസൂലുള്ളാഹിനെ ആയിഷ ബീവിയുടെ അടുക്കൽ കാണാതെയായപ്പോ ആയിഷ ബീവിക്കൊരു സംശയം തോന്നി. നബി എന്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് വേറെ ഏതെങ്കിലും ഭാര്യന്മാരുടെ വീട്ടിലേക്ക് പോയോ എന്നൊരു തോന്നല് ആയിഷ ബീവി മെല്ലെ എഴുന്നേറ്റു. റസൂല് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോ റസൂലുള്ള പോകുന്നത് കണ്ടു. അങ്ങനെ റസൂലുള്ളാന്റെ പിന്നാലെ ഒന്ന് നോക്കിയപ്പോ റസൂലുള്ള പോകുന്നത് നേരെ ജന്നത്തുൽ ബഖീയിലേക്കാണ്. അതാ റസൂലുള്ള ദുആ ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ആയിഷ ബീവി റസൂലുള്ളാനെ ഞാൻ ചെക്ക് ചെയ്തു എന്ന് തോന്നണ്ട എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഓടി വന്ന് പായയിൽ കിടന്നു. റസൂലുള്ള വന്നപ്പോ ആയിഷ ബീവിക്കൊരു ചെറിയ കിടപ്പ്. എവിടെന്നോ പെട്ടെന്ന് ഓടി വന്ന് കിടക്കുന്നത് പോലെ റസൂലുള്ളാക്ക് കാര്യം മനസ്സിലായി. ആ സമയത്ത് മഹതിയായ ആയിഷ ബീവിയോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ആയിഷ, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അറിയില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ള പറയുന്നു, ബൽ അതാനി ജിബ്രീലു അലൈഹിസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു. ഖാല, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദിഹിൽ ലൈലത്തു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഈ മഹത്തായ രാവ് അത് ശഅബാൻ മാസത്തിലെ പകുതിയുടെ രാവാകുന്നു. വലില്ലാഹി ഫീഹാ ഉതഖാഉ മിനന്നാർ, അല്ലാഹു തആലാക്ക് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. നരകത്തിന്റെ അവകാശികളാകുന്ന ഒരുപാട് മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാണ്. എന്നിട്ട് റസൂലുള്ള പറയാൻ, ബി അദദി ശുഊരി ഗനമി ഖൽബിൻ, കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ച്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഏറ്റവും രോമങ്ങൾ അധികരിച്ച ആടുകളാണത്രേ കെൽബ് ഗോത്രത്തിലെ ആടുകൾ. അപ്പൊ കെൽബ് ഗോത്രത്തിലെ ആടുകൾക്കുള്ള രോമങ്ങൾ എത്രയാണോ അത്ര എണ്ണം കണ്ട് നരകത്തിന്റെ അവകാശികളായ മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദിവസമാണ് ബറാഅത്തിന്റെ രാവ്, നിസ്ഫു ശഅബാനിന്റെ രാത്രി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്നു പറഞ്ഞിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി റസൂലുള്ള പറയുന്നു. ഈ മഹത്തായ രാവിലെ അല്ലാഹു തആല ചില വ്യക്തികളിലേക്ക് നോക്കുകയില്ല. അതാരൊക്കെയാണ്? ഒന്ന്, അള്ളാഹുമായി പങ്കു ചേർക്കുന്നവരിലേക്ക്, അതുപോലെ തന്നെ ഹൃദയത്തിൽ കുനിച്ചുവെച്ച് നടക്കുന്നവരിലേക്ക്, കുടുംബ ബന്ധം മുറിക്കുന്നവരിലേക്ക്, അതുപോലെ തന്നെ കാരണം കൂടാതെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇയച്ചു വലിച്ചു നടക്കുന്നവരിലേക്ക്, മാതാപിതാക്കന്മാരെ വെറുപ്പിക്കുന്നവരിലേക്കും മദ്യപാനികളിലേക്കും അല്ലാഹു തആല നോക്കുകയില്ല എന്നും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ വിവരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ ഞാൻ ഒരു കാര്യം ഉണർത്തുകയാണ്. അള്ളാഹുമായുള്ള പങ്കു ചേർക്കൽ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അത് നമ്മൾ ഇല്ലാതിരിക്കാം. കുനിച്ച് ചില്ലറ വിഷയങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് കുനിച്ചും പോലും വെച്ച് കലഹിക്കുന്നവരില്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിഹാരം ഈ വരാൻ പോകുന്ന രാവിനു മുമ്പ് കാണണേ. അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിച്ചവരില്ലേ? ചില്ലറ വിഷയങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധം മുറിക്കുന്നു. സ്വത്ത് തർക്കത്തിന്റെ പേരില്, അല്ലെങ്കിൽ ഒരു മത്തിത്തയ്യ് ആങ്ങളയുടെ അതിരിലാണോ പങ്ങളുടെ ഓരിയിലാണോ എന്ന ഒരു ചില്ലറ വിഷയത്തിന് വേണ്ടി എത്രയോ ആങ്ങളെയും പെങ്ങളും തെറ്റി നടക്കുന്ന കുടുംബമിത്രാദികളെ നമ്മുടെ കേരളക്കരയിൽ കാണാം. മുഅ്മിനീങ്ങളെ, അതൊന്നും വിശദീകരിക്കേണ്ട സമയമല്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മുടെ ആൺമക്കൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത ഫാന്റ് ഞെരിയാണിക്ക് താഴെയാണോ
അങ്ങനെ വസ്ത്രം ധരിക്കുന്നവരിലേക്കും ഈ മഹത്തായ രാവിലെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരന്മാരും, നിങ്ങളു ഭംഗിക്കു വേണ്ടി നിങ്ങളുടെ ഫാന്റ് ഞെരിയാനിക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ടോ? ഈ മഹത്തായ രാവിലെ അല്ലാഹു തആലാന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കണമെന്ന് കാണുന്നവരോട് പരിഹാരം കാണാൻ മണിക്കൂറുകൾ ഇഷ്ടം പോലെയുണ്ട് എന്നു മാത്രം ഞാൻ ഉണർത്തുന്നു. ഭാര്യന്മാരുടെ തലയണ മന്ത്രം കേട്ട് മാതാപിതാക്കന്മാരോട് തെറ്റിപ്പിരിഞ്ഞ് വാടക വീട്ടിൽ താമസിക്കുന്ന വല്ല ഗൾഫുകാരും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മഹത്തായ രാവിലെ അള്ളാഹുവിന്റെ തിരുനോട്ടം എനിക്കും എന്റെ ഭാര്യ സന്താനങ്ങൾക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഒരു ഫോൺ ചെയ്ത്, ഉമ്മാ എന്റെ അടുക്കൽ അന്ന് വന്ന ബുദ്ധി മോശമാണ്, ഉപ്പാ എന്റെ അടുക്കൽ അന്ന് വന്ന ബുദ്ധി മോശമാണ്, അതുകൊണ്ട് മഹത്തായ ബറാഅത്ത് രാവിലെ പതച്ച തമ്പുരാന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കണം, ഉമ്മ എനിക്ക് പൊറുത്തു തരണം. ഞാനിപ്പോഴാണ് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. എനിക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്ന് നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ എനിക്ക് സമയമില്ല ഉമ്മ. ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്ന UAE-യിൽ ബറാഅത്ത് രാവാണ്, അല്ലെങ്കിൽ ഖത്തറിൽ ബറാഅത്ത് രാവാണ്. ഉമ്മ എനിക്കൊരു ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരാൻ സാധ്യമല്ല. അന്ന് എന്റെ ഭാര്യയുടെ ചില വർത്തമാനങ്ങൾ കേട്ട് നിങ്ങളോട് വക്കാതെ വെച്ച് ഞാനും എന്റെ കുട്ടികളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. എത്രയോ പുരുഷന്മാർ, ചെറുപ്പക്കാര് തന്റെ ഭാര്യയ്ക്ക് ദിവസേന ഫോൺ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഭാര്യയുടെ തലയണ മന്ത്രം കേട്ട് തന്റെ ഉമ്മയോട് ദേഷ്യപ്പെട്ട് ഉമ്മാക്ക് ഫോൺ ചെയ്യാത്ത, ഉപ്പാക്ക് ഫോൺ ചെയ്യാത്ത, പെങ്ങൾക്ക് ഫോൺ ചെയ്യാത്ത ഒരുപാട് ഗൾഫുകാർ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിലില്ല എന്ന് വന്നേക്കാം. നിങ്ങളുടെ റൂമിൽ അത്തരക്കാരുണ്ടെങ്കിൽ KMIC-യുടെ ഒരു പ്രവർത്തകരെന്ന നിലക്ക്, ഞാൻ ദീനിയായ കാര്യങ്ങളോട് താല്പര്യം കാണിക്കുന്നവരെന്ന നിലക്ക് അവരോടൊക്കെയും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഞാൻ എത്ര കാലമാണ് ഈ ഗൾഫിൽ കഷ്ടപ്പെടുന്നത്, ഞാൻ തെണ്ടിക്കുന്നുണ്ടെങ്കിലും ജോലിയുണ്ടെങ്കിലും നമുക്ക് ഇന്നും ഒരു നിലനിൽപ്പ് കിട്ടിയിട്ടില്ല, ഒരു വീട് കയറ്റിയിട്ടില്ല, 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ടില്ല. കാരണം നമ്മളുടെ പോരായ്മ കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമ്മളിലേക്ക് ലഭിക്കാത്തതായിരിക്കാം എന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഏതെങ്കിലും ശ്രോതാക്കളുടെ കൂട്ടത്തില് ചില്ലറ പ്രശ്നങ്ങൾക്ക് വേണ്ടി പങ്ങന്മാരോട് തെറ്റി കുടുംബ ബന്ധം മുറിച്ചവര്, ഭാര്യയുടെ വർത്തമാനം കേട്ട് ഉമ്മയോട് തെറ്റിയവര്, ഉപ്പയോട് തെറ്റിയവര്, ജ്യേഷ്ഠനോട് തെറ്റിയവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, തിരുത്താൻ ഇനിയും നമുക്ക് സമയങ്ങൾ കുറച്ചുകൂടിയുണ്ട്. തിരുത്താൻ നമ്മൾ തയ്യാറല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു മഹത്തായ ദിവസം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ ജിബ്രീൽ അലൈഹിസ്സലാം അവസാനമായി റസൂലുള്ളാഹ് കോതിക്കൊടുത്ത ആയത്ത് മറക്കരുതെന്ന് മാത്രം ഞാൻ ആ വിഷയ സംബന്ധിയായി പറഞ്ഞ്, വിഷയം ഇനിയും ഒരുപാട് പറയാനുണ്ടായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ ആയത്തുകളെ കൊണ്ടും ഹദീസുകളെ കൊണ്ടും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ കൗലുകളെ കൊണ്ടും വളരെ മഹത്വമുള്ളതായി സ്ഥിരപ്പെട്ട ഒരു രാവാണ് ബറാഅത്ത് രാവ്. ഇനി ഞാൻ ഒറ്റ കാര്യം കൂടി മഹാന്മാരുടെ ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തിയിട്ട് പിന്മാറാം. ഈ വിഷയത്തിലൊക്കെയും ഒരുപാട് ഹദീസുകൾ മഹാനായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഒരു ബറാഅത്ത് രാവിലെ ഹൽ തദ്രി, ആയിഷ നീ അറിയുമോ, മാഫി ഹാദിഹിൽ ലൈല, ഈ മഹത്തായ രാത്രിയിലുള്ളത് എന്താണെന്ന് നിനക്കറിയുമോ? യഅനി ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയായ രാവിലെ എന്തൊക്കെ നടക്കുന്നു എന്ന് എനിക്കറിയുമോ, നിനക്കറിയുമോ? ഖാലത്ത് മാ ഫീഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ നിസ്ഫു ശഅബാനിന്റെ രാത്രിയിൽ എന്താണുള്ളത്? ഫഖാല, മഹാനായ റസൂലുള്ള പറഞ്ഞു, ഫീഹാ, ആ ബറാഅത്ത് രാവിലെ അയ്യുക്തബ,
കുല്ലു മൗലൂദി ബനി ആദം ഫീ ഹാദിഹി സനത്തി, ഈ വർഷം പ്രസവിക്കാൻ പോകുന്ന എല്ലാവരെയും നിശ്ചയിക്കപ്പെടുന്ന തീരുമാനിക്കപ്പെടുന്ന രാവാണ്. വഫീഹാ അൻ യുക്തബ കുല്ലു ഹാലികിൻ മിൻ ബനി ആദം ഫീ ഹാദിഹി സനത്തി, ഈ വർഷം ആരൊക്കെ മരിക്കുമെന്നും തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ്. വഫീഹാ തുർഫഉ അഅ്മാലുഹും, ഈ മഹത്തായ രാത്രിയിൽ എല്ലാ മനുഷ്യരും ചെയ്ത അമലുകൾ അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് ഉയർത്തപ്പെടുന്ന രാവാണ്. വഫീഹാ തുൻസലു അർസാഖുഹും, ഈ മഹത്തായ രാവിലെ ഈ വർഷം ഓരോരുത്തർക്കുമുള്ളതായ ഭക്ഷണം എത്രയാണെന്ന് ഇറക്കപ്പെടുകയും അത് തീരുമാനിക്കപ്പെടുന്ന രാവാണെന്ന് ബൈഹഖി ഇമാമിനെ പോലത്തെ ഒരു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഷഅബാനിന്റേതായ രാവിലെ ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു തആലാന്റെ റഹ്മത്ത് ഇറങ്ങി. ആ അല്ലാഹു തആലാന്റെ ഭാഗത്തിൽ നിന്ന് വിളിയാളം, ആര് എന്നോട് പൊറുക്കലിനെ ചോദിച്ചാലും ഞാൻ പൊറുത്തു കൊടുക്കും, ആര് എന്നോട് റിസ്ക് ചോദിച്ചാൽ ഞാൻ അവനിക്ക് റിസ്ക് കൊടുക്കും, ആര് എന്നോട് ആഫിയത്ത് ചോദിച്ചാൽ അവനിക്ക് ഞാൻ ആഫിയത്ത് കൊടുക്കും തുടങ്ങിയ ഹദീസ് അഹ്മദ് റളിയല്ലാഹു അൻഹു ഇബ്നു മാജ പോലത്തവരൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ രാവിന്റെ ആദരവറിയിക്കുന്ന ഒരു ഇബാറത്ത് കൂടി വായിച്ച് അതിൽ ചെയ്യേണ്ട അമലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്റെ ഉസ്താദന്മാർക്ക് വേണ്ടി, സാധാരണക്കാരായ ഉസ്താദന്മാർക്ക് വേണ്ടി ഗൾഫിലൊക്കെ ജോലി ചെയ്ത് കിതാബൊന്നൊക്കെ നോക്കാൻ സമയം കിട്ടാത്ത, അതല്ലെങ്കിൽ കിതാബൊക്കെ മുമ്പ് നോക്കി മറന്നുപോയ പല ഉസ്താദന്മാരും ഉണ്ടാകും. അവനവന്റെ റൂമിൽ ബിദഈ ആശയക്കാരുണ്ടാകും. ഇതൊക്കെ ഒരു ചീരിന് തിന്നുന്ന രാവിനല്ലാതെ കണ്ട് വേറൊരു മഹത്വവും ഈ രാവിനില്ല എന്ന് വല്ല അവാന്തര വിഭാഗങ്ങളും പറയുമ്പോ അവരെ കൊണ്ടതോ ഇത് ഇന്നാലിന്നൊരു കിതാബൊന്ന് നോക്ക്, നിന്റെ അഭിപ്രായം എന്നിട്ട് രേഖപ്പെടുത്തു എന്ന് പറയാൻ വേണ്ടി ഞാനൊന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി, ലോക പ്രശസ്ത ശാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഫതാവൽ കുബ്ര എന്ന് പറയുന്ന കിതാബിന്റെ 2ാമത്തെ വാല്യം 80ാമത്തെ പേജിൽ പറയുന്നു, ഒരുപാട് ചർവിത ചർച്ചകൾ ചെയ്തതിനു ശേഷം വൽ ഹാസിലു, ആകത്തുക മൊത്തത്തിൽ അന്നലി ഹാദിഹിൽ ലൈലത്തി, നിശ്ചയമായിട്ടും ഈ നിസ്ഫു ശഅബാനിന്റെ രാവിന്, ബറാഅത്ത് രാവിനുണ്ട്, ഫളലൻ മഹത്വമുണ്ട്, വഅന്നഹു യഖഉ ഫീഹാ, നിശ്ചയമായിട്ടും ആ മഹത്തായ രാവിൽ സംഭവിക്കും, മഗ്ഫിറത്തും മഖ്സൂസത്തുൻ, പ്രത്യേകമാക്കപ്പെട്ട മഗ്ഫിറത്ത്, അഥവാ ആ രാവിലെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായുള്ള ഗുഫ്റാന്, മാപ്പ് ചെയ്യൽ ആ രാത്രിയിൽ സംഭവിക്കും. വസ്തിജാബത്തും മഖ്സൂസത്തുൻ, പ്രത്യേകമായി ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. വമിൻ സമ്മ, ഇക്കാരണത്തിനു വേണ്ടി ഖാല ശാഫിഈ, മഹാനായ ഷാഫി ഇമാം. ആരാണ് മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരെ, 10 ലക്ഷം ഹദീസു മനപ്പാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്ക് ഹദീസുകളിൽ നിന്ന് ഒരു വിഷയത്തിന്റെ വിധി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞത് 10 ലക്ഷം ഹദീസു മനപ്പാഠമാക്കിയ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ആണ്. നോക്കി നിങ്ങൾ, ഇത് ചീരിന് പ്രിയന്മാരുണ്ടാക്കിയ രാവല്ല. അങ്ങനത്തെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു, എനിക്ക് ഹദീസിൽ ഒരു വിഷയത്തിന് തെളിവ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലിലേക്കാണ് മടങ്ങുക. അത്രയും ആധികാരിക പണ്ഡിതനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ബറാഅത്ത് രാവിലുള്ള ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ, SLC കഴിഞ്ഞ് ഏതെങ്കിലും
അഫ്ളലുൽ ഉലമ കോളേജിൽ പോയി ഒരു നഹ്വുൽ വാളിയും മോദി ചില്ലറ ഹദീസുകളും മോദി വലിയ ഒരു താടിയും വെച്ച് മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കേണ്ട രൂപമറിയാത്ത ഒരു ഫേഞ്ചിത്തം മൗലവി വന്ന് ഈ ബറാഅത്ത് രാവ് ഒരു ചീരിനി പ്രിയന്മാര് തട്ടിപ്പതച്ചുണ്ടാക്കിയ രാവാനെന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ ഖൽബ് നമുക്ക് എക്കാശക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് ഏതെങ്കിലും അവാന്തര വിഭാഗങ്ങളെ കാണുമ്പോ ചിലപ്പോ നമ്മളിരുന്ന് യാസീനോതുമ്പോ നമ്മൾ ചീരിനിയുണ്ടാക്കി പാവങ്ങൾക്ക് കൊടുക്കുമ്പോ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ റൂമിൽ ചിലപ്പം ചില അവാന്തര വിഭാഗങ്ങളുണ്ടാകും. അവര് കളിയാക്കിയേക്കാം. പക്ഷേ കളിയാക്കുന്നവനോട് പിടിച്ചിരുത്തി ഏതോ ഇമാം ഷാഫിഈ ദുആക്ക് ഇജാബത്ത് എന്ന് പറഞ്ഞ രാവിനെയാണോ നീ കളിയാക്കുന്നത്? അവസാനമായി ആ വിഷയത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. അതെന്താ? ഈ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ അപ്പൂപ്പനാണ് ഇബ്നു തൈമിയ്യ. കാരണം മുജാഹിദ് പറഞ്ഞതെന്താണ്? ഇബ്നു തൈമിയ്യ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നൊരാള് പറയല് അത് ഖുർആനിലും ഹദീസിലും തെറ്റുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ്. അത്രയും വലിയ അപ്പൂപ്പനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയുടെ ആധികാരിക ഫത്താവയാണ് ഫത്താവ മജ്മൂ', ഫത്താവ അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്ര. ആ ഇബ്നു തൈമിയ്യ പോലും സമ്മതിച്ച വിഷയമാണ് ബറാഅത്ത് രാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിസ്ഫു ശഅബാനിന്റെ രാവില് ഒരുപാട് മഹത്വമുണ്ട്. സലഫു സ്വാലിഹീങ്ങൾ ആ രാവിലെ പ്രത്യേകമായി ഇബാദത്ത് ചെയ്തിരുന്നു. ആ രാവിലെ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പൻ നേതാവായ ഇബ്നു തൈമിയ്യ വരെ സമ്മതിച്ച വിഷയമാണ്. ബറാഅത്ത് രാവിന് മഹത്വമുണ്ട്. അത് നമുക്ക് തെളിവാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞാൽ തെളിവാണ്. നമുക്ക് മഹാനായ ഇബ്നു ഹജർ പറഞ്ഞത് തന്നെ തെളിവാണ്. നമുക്ക് ഇബ്നു ഷാഫിഈ ഇമാം പറഞ്ഞത് തെളിവാണ്. സ്വാവി ഇമാം പറഞ്ഞത് തെളിവാണ്. റാസി ഇമാം പറഞ്ഞത് നമുക്ക് തെളിവാണ്. അബു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നമുക്ക് തെളിവാണ്. പക്ഷേ ഇബ്നു തൈമിയ്യന്റെ ഖൗല് ഞാൻ പറയാൻ കാരണം എന്താ? ഇവിടത്തെ അവാന്തര വിഭാഗങ്ങൾ ഇത് ചീരിനി പ്രിയന്മാര് തട്ടിപ്പതച്ചുണ്ടാക്കിയ ഒരു രാവാനെന്ന് പറയുമ്പോ അവർക്ക് കൂടി മറുപടി എന്നോണം ഞാൻ ഇബ്നു തൈമിയ്യന്റെ ഖൗല് എടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും ചുരുക്കത്തിൽ വലിയ മഹത്വം, ഒരുപാട് മഹാന്മാർ, വലിയ മഹത്വം. പിന്നെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനായ ഷാഫി ഇമാം വരെ ഈ രാത്രിയിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പറയുന്നു ഈ ബറാഅത്ത് രാവിന് മഹത്വമുണ്ട് എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത് ഏത് വിഷയത്തിലാ? വ ഇന്നമൻ നിസാഉ, നിശ്ചയമായിട്ടും തർക്കം, ഫിസ്സലാത്തിൽ മഖ്സൂസത്തി, പ്രത്യേകമാക്കപ്പെട്ട നിസ്കാരത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ലൈലത്തഹാ, ആ മഹത്തായ ബറാഅത്ത് രാവിന്റെ രാത്രിയിൽ ഒരു പ്രത്യേകമായ നിസ്കാരം പറഞ്ഞു വരുന്നു. അത് പുണ്യമാണോ ഇല്ലയോ എന്നതിലാണ് തർക്കമുള്ളത്. വഖദ് അലിംത, നിശ്ചയമായും നീ അറിഞ്ഞു, അന്നഹാ, ആ ബറാഅത്ത് രാവിലുള്ള പ്രത്യേകമായ നിസ്കാരം അത് ബിദ്അത്തുൻ ഖബീഹത്തുൻ മദ്മൂമത്തുൻ, ആക്ഷേപിക്കപ്പെട്ട മോശമായ വെറുക്കപ്പെടുന്ന ഒരു ബിദ്അത്താണ് ബറാഅത്ത് രാവിൽ പറയുന്ന ഒരു പ്രത്യേകമായ നിസ്കാരം. അത് നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥത്തില്, ഈ ആനത്തില്, ഫത്തുൽ മുഈൻ പോലത്തെ എല്ലാ കിതാബുകളിലും കാണാം. ബറാഅത്ത് രാവിൽ ഒരു പ്രത്യേകമായ നിസ്കാരം ഇല്ല. എന്റെ പ്രിയപ്പെട്ട ഒരുപാട് സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യ, ബറാഅത്ത് രാവിലെ എന്തോ ഒരു പ്രത്യേക നിസ്കാരമില്ലേ? പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഫളായിലുൽ അഅ്മാലിന്റെ കിതാബുകളൊക്കെ നോക്കിയാൽ ഒരു പ്രത്യേകമായ 100 റക്അത്ത് നിസ്കാരം ഈ ബറാഅത്ത് രാവിൽ നിസ്കരിക്കേണ്ട രൂപവും അതിൽ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും ഓതേണ്ട സൂറത്തുകളൊക്കെയും വിശദീകരിക്കുന്ന ഒരുപാട്
ഫളായിലുൽ അഅമാലിന്റെ കിതാബുകൾ കാണാം. പക്ഷേ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ബറാഅത്ത് രാവിൽ അങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരമില്ല. അന്നഹാ ബിദ്അത്തുൻ ഖബീഹത്തുൻ മദ്മൂമത്തുൻ ബി യുംനഉ മിൻഹാ ഫായിലുഹാ. അത് പ്രവർത്തിക്കുന്നവനെ തടയപ്പെടണം എന്ന് വരെ ഫതാവുൽ കുബ്രയിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് സാന്ദർഭികമായി എന്റെ ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, ബറാഅത്ത് രാവിൽ നമ്മൾ പിന്നെ എന്തൊക്കെയാ ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത് പറയുകയാണ്. ഒറ്റ വാക്കിൽ പറയുന്നു, പ്രത്യേകമായ നിസ്കാരം ഇങ്ങനെ നിസ്കരിച്ചിട്ട് അങ്ങനെ നിസ്കാരന്തോ ഇങ്ങനെ നിസ്കാരന്തോ നിങ്ങൾ അന്വേഷിച്ച് നടക്കാതെ ഒരു കാര്യം എന്റെ സാധാരണക്കാരോട് പറയുന്നു. ഒരുപാട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് സാധാരണക്കാരുടെ കൂട്ടത്തിൽ എത്രയോ ഫർള് നിസ്കാരങ്ങൾ ഖളാ ആയിപ്പോയവരുണ്ട്. അതുകൊണ്ട് ഇബാദത്ത് കൊണ്ട് ജീവിപ്പിക്കേണ്ട, ആദരിക്കപ്പെടേണ്ട ഒരു രാവ് എന്ന നിലക്ക് നിങ്ങളെ കൊണ്ട് എത്ര വഖ്ത് നിസ്കാരമാണോ ഫർള് നിസ്കാരം ഖളാ വീട്ടാൻ സാധിക്കുക, അത്തര വഖ്ത് നിസ്കാരങ്ങൾ നിങ്ങൾ ഖളാ വീട്ടാനാണ് തയ്യാറാവേണ്ടത്. അങ്ങനെ നമ്മൾ തയ്യാറായാൽ വരാൻ പോകുന്ന റമളാനിലെ പ്രത്യേക ഇബാദത്തും പ്രത്യേക നിസ്കാരവും സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾ നമ്മെ ആഗ്രഹിക്കുന്ന നിസ്കാരവുമാകുന്ന തറാവീഹ് എന്ന മഹത്തായ അമല് ചെയ്യാനുള്ള അവസരവും നമുക്ക് കിട്ടും എന്നും സാന്ദർഭികമായി ഉണർത്തി, ഈ മഹത്തായ ബറാഅത്ത് രാവിലെ നമുക്കുള്ള ആയുസ് കണക്കാക്കുന്ന രാവാണ്, നമ്മുടെ ഭക്ഷണം കണക്കാക്കുന്ന രാവാണ്. നമ്മൾ ഏതു നിലക്കാണ് മരിക്കുക? അള്ളാഹു ഈമാനോട് കൂടെ മരിപ്പിക്കട്ടെ മുഅ്മിനീങ്ങളെ. നമ്മൾ മുഅ്മിനായിട്ടോ അതല്ല അവിശ്വാസിയായിട്ടാണോ മരിക്കുക എന്ന് തീരുമാനിക്കുന്ന ഒരു രാവാണ്. പ്രിയപ്പെട്ട ഗൾഫുകാരെ, നിങ്ങളിലേക്ക് സൂര്യൻ അസ്തമിച്ചാൽ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട കേരളക്കാരെ, നാളെ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് സൂറത്തു യാസീൻ ലിമാ ഖുരിഅ, എന്ത് ഉദ്ദേശം വെച്ചും കൊണ്ടാണോ സൂറത്തു യാസീൻ ഓതിയത്, ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുമെന്ന് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ അടിസ്ഥാനത്തില് നമുക്ക് നല്ല ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ, ആയുസ് കൂടിക്കിട്ടാൻ, ആയുസ് കൂടി കിട്ടുകയല്ല വേണ്ടത്, ഉള്ള ആയുസ്സിൽ ബറക്കത്ത്. ഒരാൾ 100 വയസ്സ് വരെ ജീവിച്ചു, പക്ഷെ അവനെ കൊണ്ടൊരു അമലും ചെയ്യാൻ സാധിച്ചില്ല. എന്താണ് അതിലൊരു ബറക്കത്തുള്ളത്? ഇപ്പോഴും ഒരു സുഹൃത്ത് പറഞ്ഞ രംഗം ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ 13 കൊല്ലം മക്കത്ത് ജോലി ചെയ്തു ഉസ്താദേ, ഇന്ന് വരെ ഞാൻ കഅബാലയത്തിന്റെ മത്താഫിലേക്കൊന്ന് കാലെടുത്തു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഗൾഫിൽ നിന്നൊക്കെ ജോലി ക്യാൻസലാക്കി തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് കുറ്റബോധം തോന്നുകയാണ്. ഞാൻ ചോദിച്ച സുഹൃത്തെ, നിന്റെ കഫീൽ അയക്കാനിട്ടാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ എനിക്കതിനങ്ങട്ട് തോന്നിയില്ല. നോക്കി നിങ്ങള്, തൗഫീക്ക് നമുക്ക് അവസരമല്ല, നമുക്ക് ജീവിച്ചേക്കാം, പക്ഷേ നല്ലത് ചെയ്യാൻ, നല്ലത് പറയാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ അള്ളാന്റെ തൗഫീക്ക് വേണം. ഒന്നുകൂടി ഞാൻ സാന്ദർഭികമായി പറയട്ടെ. അതായത് ഒരാള് ആഖിറത്തിൽ പരാജയപ്പെട്ടവനോ നല്ലവനോ എന്ന് ദുന്യാവിൽ നിന്ന് തന്നെ അവന്റെ ചില ബറാഅത്ത് രാവിലെ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലൊക്കെ 3-4 മൊബൈലാ. ഒന്ന് വാട്സപ്പ് അയക്കാന്, ഒന്ന് ഫേസ്ബുക്ക് നോക്കാന്, ഒന്ന് ഭാര്യക്കും കുട്ടികൾക്കും വിളിക്കാന്. ഈ ബറാഅത്ത് രാവിലെ ആ ഫസാദ് ബുക്കൊന്ന് ഓഫാക്കി വെക്കും മക്കളെ. എന്ത് ഖൈർ നമുക്കറിയാൻ സാധിച്ചാലും ഇന്നത്തെ രാവ് ഞാൻ എന്റെ ഫേസ്ബുക്ക് ഓണാക്കുകയില്ല എന്ന് എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരൊന്ന് തീരുമാനിക്കണേ. ആ ഫേസ്ബുക്കിൽ ഇനി എന്ത് ഖൈർ നമുക്ക് ഇന്നത്തെ രാത്രി അറിയാൻ സാധിച്ചാലും എന്തെങ്കിലും ഖൈറുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളൊന്ന് ഫേസ്ബുക്ക് നോക്കിയതായിരിക്കും. അപ്പോഴായിരിക്കും ആരെങ്കിലൊക്കെയും ഗീബത്ത് പറഞ്ഞ ഒരു സംഗതി കാണുക. അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ പിന്നാലെ പോകുകയാൽ എന്താണ് റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, നല്ല നല്ല ദിവസങ്ങൾ, നല്ല നല്ല സമയങ്ങൾ അതിന്റെ ആദരവ് പരിഗണിക്കാതെ ഒരാൾ പ്രവർത്തിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാം അവന്റെ ആഖിറം പരാജയപ്പെട്ടതിന്റെ അടയാളാണ്.
അപ്പൊ ബറാഅത്ത് രാവ് നമ്മളാരും കുറെ ആൾക്കാര് യാസീനും അന്നൊന്നും ചെല്ലാതെ ഒരു 10 സലാത്തൊന്നും ചെല്ലാതെ ഫേസ്ബുക്കിലുള്ള ഓരോ രസങ്ങളും നോക്കി രാത്രി അങ്ങനെ നേരം വെളുപ്പിച്ചു. അല്ലെങ്കിൽ അവൻ ഉറങ്ങുന്നത് വരെ അങ്ങനെ എന്താക്കി, അങ്ങനെ സമയം കഴിഞ്ഞു. ഒരു കാര്യം ഉറപ്പിക്കാം, അവന്റെ ആഖിറം പരാജയപ്പെട്ടതിന്റെ അടയാളമാണ്. അങ്ങനെ ഒരുപാട് അടയാളുണ്ട് ദുന്യാവിൽ. ആഖിറം പരാജയപ്പെട്ടവരുടെ ചില അടയാളങ്ങൾ ദുന്യാവിൽ തന്നെ നോക്കാം. അപ്പൊ അത്തരം മുഅ്മിനീങ്ങളെ കാണുമ്പോ നമ്മളൊന്ന് ഉപദേശിക്കുക. അതായത് നല്ലൊരു രാവാണ്. ഈ രാവിലെ ഫേസ്ബുക്കും കളിച്ചെങ്ങാനും വാട്സപ്പ് അയക്കാനും ചിലപ്പോ നമ്മൾ പറയേക്കാ പണിയൊക്കെയും ഈ രാവിന്റെ മുമ്പ് അങ്ങോട്ട് ചെയ്താൽ അത് ഉസ്താദെ ഞാൻ ബറാത്ത് രാവിലെ ചെല്ലേണ്ട ഒരു ദിക്റ് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്തടാ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വേറൊരാളെ ഹൈറ് നോക്കുമ്പോഴേക്ക് മെഴുക് തിരിയുടെ മാതിരിക്കാകുന്ന ഒരു അവസ്ഥ. മെഴുക് തിരി അങ്ങനല്ലേ, ആരാനിക്ക് വേണ്ടി കത്തിയിരിക്കല്ലേ, അതാവരുത്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ നല്ല അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ബറാത്ത് രാവിൽ ചെല്ലേണ്ട ദിക്റ്, യാസീൻ എപ്പ ചെല്ലണം, എന്താ നിയ്യത്ത് വെക്കേണ്ടത്, അതൊക്കെയും വരാൻ പോകുന്ന രാവിന്റെ മുമ്പ് തന്നെ ഭാര്യയ്ക്ക് അയക്കണമെങ്കിൽ അയച്ചു കൊടുക്കൂ. അല്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ രാത്രി നിസ്കാരം കഴിഞ്ഞിട്ടും ബറാത്ത് രാവിലെ ചെല്ലേണ്ട ദിക്റ് വാട്സപ്പിൽ അയക്കുക. ചില പള്ളികളിലേക്കും ചെന്ന് നോക്കിയാൽ ഖത്തീബ് ഖുത്ബ ഓതുന്ന നേരത്ത് വരെ ഫേസ്ബുക്ക് സെർച്ച് ചെയ്യുന്ന ചെറുപ്പക്കാരെ കാണുമ്പോ അബ്ബേ, ഈ മഹത്തായ സമയത്ത് പോലും ഈ ഫേസ്ബുക്ക് സെർച്ച് ചെയ്യുന്ന ഈ വിഭാഗം നാലാഖിറത്തിൽ അവരുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് കരയാനേ പറ്റുകയുള്ളൂ. ഉപദേശിക്കാൻ പറ്റിയവരൊക്കെ നമുക്ക് ഉപദേശിക്കാം. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, നല്ല നല്ല സമയം, നല്ല നല്ല രാവുകളില് അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ഫേസ്ബുക്കും വാട്സപ്പും സെർച്ച് ചെയ്യലും ഈ പിന്നാലെ പോവലും അതൊക്കെ എന്റെ ആഖിറം പരാജയപ്പെട്ടതിന്റെ അടയാളമാണ്. ഒരു മിനിറ്റ് കൂടി ഞാൻ പറയുന്നു. കഴിഞ്ഞ വർഷവും എല്ലാ നല്ല ദിവസങ്ങൾ വരുമ്പോഴും നമ്മുടെ ഉസ്താദന്മാർ ഉപദേശിക്കാറുണ്ട്. പ്രത്യേകമായ പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഗൾഫുകാരെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയൂ ഭാര്യയോട്, ബറാത്ത് രാവ് അസറ് വാങ്ങു കൊടുത്താല് നിങ്ങളാരും പെരേത്ത TV ഓണാക്കരുത്. എന്ത് മുസീബത്ത് ലോകത്ത് നടന്നാലും ശരി, അത് നേരം വെളുത്തിട്ടറിഞ്ഞാൽ മതി എന്നൊരു തീരുമാനം എടുക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആകാശ ലോകത്തുള്ള മലായിക്കത്തീങ്ങൾക്ക് 2 പെരുന്നാൾ ദിവസമുണ്ട്. ഭൂമി ലോകത്തുള്ള നമുക്ക് 2 പെരുന്നാൾ ദിവസല്ലേ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എന്നതുപോലെ ആകാശലോകത്തുള്ള വാനലോകത്ത് താമസിക്കുന്ന മാലാകന്മാർക്ക് 2 പെരുന്നാൾ. ഒന്ന് ബറാഅത്ത് രാവാണ്, ഒന്ന് ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. കാരണം അവര് പെരുന്നാൾ ദിവസത്തില് നമ്മൾ കൂട്ടുകുടുംബാദികളിലേക്ക് വിരുന്നു പോയി സന്തോഷിക്കുന്നത് പോലെ ആകാശലോകത്തുള്ള മാലാകന്മാർ ഒന്നടക്കം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ്. ആകാശലോകത്തുള്ള മലക്കുകളൊക്കെയും സന്തോഷിക്കുകയാണ്. അല്ലാഹു സമ്മതം തന്ന രാത്രി ഭൂമി ലോകത്തേക്ക് പോയി ഭൂമി കാണാൻ, മുഅ്മിനീങ്ങളെ കാണാൻ, മുഅ്മിനീങ്ങളുടെ വീട്ടിലൊന്ന് പ്രവേശിക്കാൻ അവസരം കിട്ടുന്ന ഒരു രാവ് എന്ന നിലക്ക് വാനലോകത്തുള്ള മാലാകന്മാർ സന്തോഷിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോ ഏതൊക്കെയോ കലിയുടെ പിന്നാലെ ഒന്നുകൂടി ഞാൻ പറയുന്നു, ഗൾഫുകാരെ, ഇന്ന് രാത്രി 1:30 മണിക്ക് ബ്രസീലിന്റെ ലോകകപ്പിന്റെ കളിയുടെ തുടക്കമാണ്. ബറാഅത്ത് രാവ് തുടങ്ങുന്ന അർദ്ധരാത്രി. അതുകൊണ്ട് രക്ഷിതാക്കന്മാരെ വീട്ടിലേക്ക് വിളിച്ച് നല്ലോണം ചെറുപ്പക്കാരായ മക്കളോട് അവനവന്റെ ഭാര്യന്മാരോടൊന്ന് പറഞ്ഞേക്ക്, ഏത് ബ്രസീലിന്റെ കളിയാണെങ്കിലും അർജന്റീനിന്റെ കളിയാണെങ്കിലും ഏത് ഫുട്ബോൾ കളിയാണെങ്കിലും അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച ഇന്നും നാളെയുമായി ബറാഅത്ത് രാവ് നടക്കുമ്പോ നാളെ രാത്രിയും കളിയുണ്ടായേക്കാം. റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങള് നമ്മുടെ വീടിന്റെ ഉമ്മരത്ത് വന്നു നിൽക്കുന്നു. നമ്മുടെ ഡൈനിങ് ഹാളിൽ TV തുറന്നു വെച്ച് ഏതൊക്കെയോ പന്ത് കളിക്കാറ് നമ്മുടെ വീടിന്റെ അകത്ത് കാഞ്ഞു കളിക്കുകയാണ്. ആ പന്ത് കളിയുടെ ഇടയിൽ ഏതൊക്കെയോ വേശ്യാവൃത്തിയായ സ്ത്രീകളുടെ ഫോട്ടോ വെച്ചുള്ള പല വസ്തുക്കളുടെ പരസ്യം വരുമ്പോ മുഅ്മിനീങ്ങളെ,
ആ റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ ശപിച്ച് നമ്മുടെ ഉമ്മലക്കല്ല് കയറാതെ തിരിച്ചു പോയാൽ നാളെ ആഖിറത്തില് ഹബീബിനെ കാണാൻ കൂടൂല. സിറാത്ത് എന്ന പാലം വിട്ടുകിടക്കാൻ നമുക്ക് കൂടൂല. അതുകൊണ്ട് ഗൾഫിലുള്ള മുഴുവൻ രക്ഷിതാക്കന്മാരും ചെറുപ്പക്കാരും അവനവന്റെ വീട്ടിലേക്കൊന്നും വിളിച്ച്, എന്ത് പന്ത് കളിയിൽ ഹരമുള്ള മക്കള് നമുക്കുണ്ടെങ്കിലും തൽക്കാലം ഇന്നും നാളെയും അതെന്റെ വീട്ടിൽ വരാൻ പാടില്ല. ഭാര്യയോട് പ്രത്യേകിച്ച് പറയണം, എനിക്കെന്റെ റബ്ബ് വളരെ അനുഗ്രഹം ചെയ്തൊരു വീടാണ്. 25 കൊല്ലം ചോരനീരായിട്ടെന്തിച്ച് എന്റെ താടി നരച്ചു മീശ നരച്ച് ഞാൻ കഷണ്ടിക്കാരനായി ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് തുടങ്ങുന്ന എല്ലാ രോഗത്തിന്റെയും രോഗിയാണ്. അതെല്ലാം സഹിച്ചുണ്ടാക്കിയ ഒരു വീട്ടില് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ ഉമ്മരപ്പതിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മുടെ വീട്ടിൽ ബറാഅത്ത് രാവിലെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ ഈ KMIC സന്ദേശം നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നു. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ആകാശ ലോകത്തുള്ള മലായിക്കത്തീങ്ങളുടെ പെരുന്നാൾ ദിവസം വരാൻ പോകുന്നു. അവരൊക്കെയും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങള് ഒന്നുകൂടി ഒരുപാട് പ്രാവശ്യം നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞതാണെങ്കിലും ഒരുപാട് പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. നമ്മളൊക്കെയും ഒരു വീട് നിർമ്മിച്ച് നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള ഷോക്കേസില് പ്രിയപ്പെട്ട ഗൾഫുകാരാ, ഭംഗിക്കു വേണ്ടി നിങ്ങൾ ബൊമ്മകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയണം, പ്രിയപ്പെട്ട സഹധർമ്മണി, ആ ഷോക്കേസിൽ നിന്ന് ആ ബൊമ്മയൊന്ന് എടുത്തു മാറ്റണേ. ലോക മുസ്ലിമീങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. ഈ രൂപങ്ങളുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ പ്രവേശിക്കൂല. ലോകത്തുള്ള ഒരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മുടെ ഒരുപാട് സ്ഥിരം KMIC ശ്രോതാക്കളൊക്കെയും അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ബറാഅത്ത് രാവിലെ ഇത്തരം വയല് പറയുമ്പോ കേൾക്കാത്ത ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ KMICക്ക് സമ്മാനമായി ലഭിച്ചു എന്ന സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പുതിയ ശ്രോതാക്കളോട് പറയുന്നു, മുഅ്മിനീങ്ങളെ, ഈ നമ്മുടെ ഷോക്കേസിൽ ഭംഗിക്ക് വേണ്ടി വെച്ച ആന, കുതിര, കുട്ടികളുടെ രൂപത്തിലുള്ള നല്ലതായ കളിപ്പാവങ്ങള് പോലോത്തത് നമ്മുടെ വീട്ടിൽ ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടോ? എടുത്തൊഴിവാക്കി ഏതെങ്കിലും ഒരു തെങ്ങുകുയ്യിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കൂ. അത് ഒരാളുടെ വീട്ടിലേക്കും കൊടുക്കാൻ പറ്റിയ മുതലല്ല. അബ്ബേ, ഞാൻ വലിയ സംഖ്യ കൊടുത്ത് വാങ്ങിയതാണ് ഉസ്താദേ. പക്ഷേ നിനക്ക് നഷ്ടപ്പെടുന്നത് 100 റിയാലായിരിക്കാം, നിനക്ക് നഷ്ടപ്പെടുന്നത് 50 റിയാലായിരിക്കാം, അല്ലെങ്കിൽ 75 റിയാലായിരിക്കാം. പക്ഷേ 75 റിയാല് നഷ്ടപ്പെട്ടാലും എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരായ ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിലേക്ക് ആ 75 റിയാല് നഷ്ടം സഹിക്കാൻ നീ തയ്യാറായാൽ, ആ ബൊമ്മ ഒഴിവാക്കൽ കൊണ്ട് നീ തയ്യാറായാൽ, നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ജിബ്രീലാണ്, നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് മീകായിലാണ്, നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് കത്തീങ്ങളാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. എനിക്ക് 75 റിയാലിന്റെ ബൊമ്മ നഷ്ടപ്പെടുത്തണോ? വാനലോകത്തുള്ള മാലാകന്മാര് വീട്ടിലേക്ക് കടക്കണോ? ചിന്തിക്കേണ്ടത് അത് വെച്ച മുഅ്മിനീങ്ങളാണ്. എനിക്ക് പറയാനേ പറ്റൂ. KMICയിലൂടെ പറയാനുള്ള അധികാരമുള്ളൂ. ഒരാളുടെ വീട്ടിലും പോയി എടുത്തൊഴിവാക്കാൻ KMICയിലെ ഉസ്താദന്മാർക്ക് അധികാരമില്ല. ഒരു ഉസ്താദന്മാർക്കും അധികാരമില്ല. അക്കാര്യവും TV ഓഫാക്കലും ബൊമ്മ ഒഴിവാക്കലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഉണർത്തി. അതുകൊണ്ട് ഈ മഹത്തായ രാവിലെ നമുക്ക് റിസ്ക് കണക്കാക്കപ്പെടുന്ന രാവ്, നമ്മുടെ ആക്കിബത്ത് കണക്കാക്കപ്പെടുന്ന രാവ്, നമ്മുടേതായ ആയുസ് കണക്കാക്കപ്പെടുന്ന രാവ്. അതുകൊണ്ട് 3 യാസീൻ എല്ലാവരും ഓതുക. അതെപ്പോഴാ ഓതേണ്ടത്? സാധാരണ മൗലിദ് കിതാബിന്റെ വക്കിലൊക്കെയും കാണാം, ബറാഅത്ത് നാളിൽ അസറിന്റെ ഫിറകെ 3 യാസീൻ ഓതേണ്ടത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഞാരെങ്കിലും
മഗ്‌രിബിന്റെ ശേഷം സൗകര്യം കിട്ടിയില്ലാന്ന് വെക്കുക, ചിലപ്പം ഡ്യൂട്ടിക്കാരൻ അങ്ങനെയൊക്കെ ഉണ്ടാവും, പകൽ ഒഴിവുള്ളവര് മഗ്‌രിബിന്റെ ശേഷം ഡ്യൂട്ടി കയറേണ്ടവരൊക്കെ ഉണ്ടാവും. എങ്കിൽ അവരൊരു പണി ചെയ്തേക്ക്, അസ്റിന്റെ ശേഷം ഓതിയേക്ക്. നമ്മള് അപ്പലല്ല സുന്നത്ത്, മഗ്‌രിബിന്റെ ശേഷമാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോ ഗൾഫിലുള്ള എല്ലാവർക്കും അത് സാധിച്ചോന്നില്ല. സാധിക്കുന്ന എല്ലാരും യശാ മഗ്‌രിബിന്റെ ഇടയിലാണ് അത് ഓതേണ്ടത്. ഇത്ഹാഫ് ഇഹ്യ എന്ന് പറയുന്ന കിതാബിന്റെ ഹാഷിയാണ് ഇത്ഹാഫ്, അല്ലെങ്കിൽ ഷറഹ് എന്നൊക്കെയും പറയാം. ആ ഇത്ഹാഫിലും അതുപോലെ തന്നെ മുജറബാത്തു ദൈറബി പോലത്തെ കിതാബിലും നിഹായത്തുൽ അമൽ പോലത്തെ കിതാബുകളിലൊക്കെയും പറയുന്നത് ബറാഅത്ത് രാവിലെ 3 യാസീൻ ഓതണം. ആ 3 യാസീൻ എപ്പോഴാ ഓതേണ്ടത്? അത് യശാ മഗ്‌രിബിന്റെ ഇടയിലാണ് ഓതേണ്ടത്. എന്താണ് പറയുന്നത്? വളരെ മിമ്മാ യംബഗി ഫിഅലുഹു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാൻ അൻ യഖറഅൽ ഇൻസാനു ബൈന സലാത്തൈൽ മഗ്‌രിബി വൽ ഇശാഇ. യശാ മഗ്‌രിബിന്റെ ഇടയിൽ 3 യാസീൻ ഓതല്, സൂറത്തു യാസീൻ ബി തമാമിഹാ 3 മറാത്തിൻ, പരിപൂർണമായിട്ടും 3 യാസീന് യശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ ഓതണം. മുതവാലിയൻ മിൻ ഗൈരി കലാമിൻ അജ്നബിയിൻ ഫി അസ്നാഇ ദാലിക. അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഗൾഫിലുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരും പുരുഷന്മാരേക്കും വീട്ടിലുള്ള സഹോദരിമാരോട് അതൊന്ന് സെറ്റപ്പാക്കാൻ, അതായത് യശാ മഗ്‌രിബിന്റെ ഇടയിൽ അന്യ സംസാരം കൂടാതെ തുടർച്ചയായി 3 യാസീൻ ഓതണം. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോ ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ എന്താവും, പ്രയാസാകും. സാധിക്കുന്നവരൊക്കെ ഈ നിബന്ധന ഒപ്പിക്കുക. നമ്മുടെ സ്ത്രീകളൊക്കെ സാധാരണ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടാണ് മഗ്‌രിബ് നിസ്കരിക്കാൻ ഒളുണ്ടാക്കാറുള്ളത്. അതിന്റെയൊക്കെ മോശത്തല നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാക്കുക. യശാ മഗ്‌രിബിന്റെ ഇടയിലത്തെ 1 മണിക്കൂർ അവ്വലു അത്തമത്ത് എന്നൊക്കെ അതിന് പറയും. ആ സമയത്ത് പുറത്തേക്കിറങ്ങിയാൽ വ്യാപകമായി പരന്ന് നടക്കുന്ന ഒരു വിഭാഗം ശൈത്താന്മാരുണ്ടെന്നാണ്. അത് വലിയവരും പിടികൂടും, പ്രത്യേകിച്ച് കുട്ടികളെ പിടികൂടും. നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പുറത്തുപോയി ഒളുണ്ടാക്കി വരുമ്പോ ചിലപ്പം കാണാൻ എത്ര സ്ഥലത്ത് എനിക്ക് അനുഭവമുണ്ട്. ചില സഹോദരിമാർ ഇന്നും മാനസികമായി നടക്കുന്നവർ. എന്തേ കാരണം? മഗ്‌രിബിന്റെ ശേഷം ഒളുണ്ടാക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു കറുത്ത നായനെ കണ്ടു എന്നുള്ളതാ. ഇല്ലേ? നിങ്ങളൊക്കെ അറിവിൽ അങ്ങനെ എത്ര സഹോദരിമാര് പേടിച്ചത്? ഒരു കറുത്ത നായനെ കണ്ടു, പിന്നെ നായനെ കണ്ടില്ല. ഈ സഹോദരി പേടിക്ക, ഇതൊക്കെ ശൈത്താനായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരോട് പറയുന്നു, ബറാഅത്ത് രാവിലെ 3 യാസീന് യശാ മഗ്‌രിബിന്റെ ഇടയിൽ അന്യ സംസാരം കൂടാതെ തുടർച്ചയായി ഓതണം എന്നാണ് ഇത്ഹാഫ് പോലത്തെ കിതാബുകളിൽ പറയുന്നത്. ഞാൻ സംശയം വരാതിരിക്കാനാണ് ഞാൻ ആ ഇബാറത്ത് വായിച്ചത്. അപ്പൊ എന്തുവാണ്? 3 യാസീൻ ഓതുക. അപ്പൊ അതുകൊണ്ട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒളുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാ, അതിന്റെ മുമ്പ് തന്നെ ചീരിനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ മഗ്‌രിബിന്റെ മുന്നേ തന്നെ ഉണ്ടാക്കി, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കാലത്തെ അവർ സ്കൂൾ വിട്ട് വന്നാല് ഒന്ന് പറയാ, വെള്ളിയാഴ്ച സ്കൂളൊക്കെ ഉണ്ടാകും, സ്കൂൾക്ക് പോകുന്ന രാവിലെ തന്നെ പറയാ, ഇന്ന് ബറാഅത്ത് രാവാണ്, സ്കൂൾ വിട്ടാല് സാധാരണ മാതിരി എവരെയും കളിച്ചു നിൽക്കരുത്, മത കുട്ടികൾ നാത്ത വരണം എന്നൊക്കെയും പറഞ്ഞ് അവരെ ചെറുപ്പം മുതലേ ഇത് ശീലിപ്പിക്കുക. ഇന്നത്തെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ കുട്ടികളെ കൊണ്ട് ഒലൊക്കെ ഉണ്ടാക്കിച്ച് വീട്ടിലുള്ളവർ ഒലുണ്ടാക്കി മഗ്‌രിബ് നിസ്കരിച്ച് യാസീൻ ഓതാൻ പറ്റാവുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത്, അല്ലാത്ത ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലേക്കും കളിക്കാൻ അങ്ങ് ഇട്ടുകൊടുത്താൽ കുറെ നേരം ഓല അങ്ങനെ ഇരുന്ന് കളിച്ചോലും. ഒരു 3 യാസീൻ ഓതാൻ സമയം കിട്ടുമല്ലോ, ഓല അങ്ങ് കളിച്ചോലും. ചിലപ്പം ചെറിയ മക്കളൊക്കെയും കുറുമ്പ് പിടിക്കും. അള്ളാഹു ചെറിയ മക്കളുള്ള സഹോദരിമാർക്കൊക്കെ അവരുടെ കുട്ടികൾക്ക് ഈ 3 യാസീൻ ഓതി കഴിയുന്നത് വരെ കുറുമ്പൊന്നും പിടിക്കാതെ നല്ല നിലയിൽ ഉമ്മാക്ക് അത് ഓതാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ബുദ്ധി അള്ളാഹു അവർക്കൊക്കെ കൊടുക്കത്തേന് നമുക്ക് ദ്വാരിക്കാം. കാരണം ചെറിയ മക്കളുണ്ടാകുമ്പോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും ശ്രദ്ധിക്കുക. അങ്ങനെ 3 യാസീന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അതിന്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞ് ഒരു യാസീൻ ഓതാൻ ഏകദേശം ഒരു 12 മിനിറ്റ് ഉണ്ടെങ്കിൽ അവിടെയും ഞാനൊന്ന് ഉണർത്തുകയാണ്. കഴിവിന്റെ പരമാവധി എല്ലാവരും നോക്കി ഓതുക.
ആ നോക്കി ഓതുന്നത് ഒന്ന് മുസ്ഹഫിൽ നോക്കി ഓതുക. ഉസ്താദ് എന്ന് നല്ല സൗകര്യമാണ്, വലിയ സ്ക്രീനുള്ള മൊബൈലാണ്, 30 ജുസിന്റെ മൊബൈലിലുണ്ട്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു രാവല്ലേ. അത് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ ബറക്കത്താക്കപ്പെട്ട രാവിലെ ഒരു പണി ചെയ്യും, മൊബൈൽ അവിടെ തൽക്കാലം വെച്ചേക്ക്, ആ വിശുദ്ധമായ മുസ്ഹഫ് ഒന്ന് ഉപയോഗിക്കുക. എന്റെ വീട്ടിലുള്ള സഹോദരിമാരോടൊക്കെ ഞാൻ പറയുന്നു, നിങ്ങളുടെ കയ്യിലൊക്കെ കൈവശമുള്ള മൊബൈല്, നമ്മൾ ആ മൊബൈൽ ഇങ്ങനെ നോക്കി ഓടുമ്പോഴേക്കാലം പെട്ടെന്ന് കോല് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഓതിയതൊക്കെ അത് കല്ലെത്താകും. തൽക്കാലം ആരും മരിക്കൂല. ഇനി ഏറിക്കഴിഞ്ഞാൽ മരിച്ചത് പറയാൻ വേണ്ടി ഒരു ഫോൺ വരേക്കാലം ആ ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കി അല്ലെങ്കിൽ ഒന്ന് ഓഫാക്കി എന്റെ ആക്കിബത്ത് തീരുമാനിക്കുന്ന ദിവസം, എന്റെ ആയുസ് തീരുമാനിക്കുന്ന ദിവസം, എന്റെ റിസ്ക് തീരുമാനിക്കുന്ന ദിവസം എനിക്ക് മൊബൈലല്ല വലുത്, എന്റെ ഫേസ്ബുക്ക് അല്ല വലുത്, വാട്സപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ദിക്റുകൾ അയക്കുന്നുണ്ടോ അതൊന്നും നമ്മൾ കാത്തിരിക്കണ്ട. അതൊക്കെ നമ്മൾ ആദ്യമേ ഒരുക്കി തയ്യാറാക്കി നമ്മുടെ വീട്ടിൽ ഒക്കെ ഒരുക്കി തയ്യാറാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 3 യാസീൻ, ഒന്നാമത്തെ യാസീൻ എങ്ങനെ ഓതണം? ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ എന്താ നിയ്യത്ത് വെക്കേണ്ടത്? ആയുസ് നീട്ടിത്തരണേനല്ല, ആയുസല്ല നമുക്ക് വേണ്ടത്, ഉള്ള ആയുസ് ബറക്കത്തുള്ളതാവണം, ഉള്ള ആയുസ് ബറക്കത്തുള്ളതാവണം. അതിലാണ് വലിയ ബറക്കത്ത്. അപ്പൊ എന്റെ ആയുസ്സില്, എന്റെ വയസ്സില് ബറക്കത്തുണ്ടാവനെ എന്ന നിയ്യത്തോടുകൂടെ ഒന്നാമത്തെ യാസീൻ. അല്ലെങ്കിൽ ഇങ്ങനെയാവാ, ആഫിയത്തും ബറക്കത്തുമുള്ള ആയുസ് എനിക്ക് നീ നൽകണേ, എനിക്ക് നീ തീരുമാനിക്കണേ, എനിക്ക് നീ വിധിക്കണേ എന്ന നിയ്യത്തിൽ വെറും ദീർഘായുസ് തരണേ, ദീർഘായുസ് തരണേ എന്നുള്ളത് ആയിക്കണ്ട്. ആഫിയത്തും ബറക്കത്തുമുള്ള ആയുസ് എനിക്ക് നീ നൽകണേ എന്ന നിയ്യത്തോടുകൂടെ ഒന്നാമത്തെ യാസീൻ ഓതുക. ഇനി രണ്ടാമത്തെ യാസീന് ബറക്കത്തോടു കൂടെ ഭക്ഷണത്തിൽ വിശാലത. അല്ലാതെ കുറേ വാരി വലിച്ച് തിന്നാണ്ടായതുകൊണ്ട് കാര്യമില്ല. ചില ആളുകൾ തിന്നക്കാരന് രോഗികളാകുന്നുണ്ട്, പക്ഷേ ബറക്കത്തില്ലാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് റബ്ബേ, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്ത് വേണം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം കാരണം എന്നെ രോഗിയാക്കരുത്. അതാണ് ഭക്ഷണത്തിലുള്ള ബറക്കത്ത്. അപ്പൊ ബറക്കത്തോടുകൂടെ ഭക്ഷണത്തിൽ വിശാലത. എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട, യാചിക്കേണ്ട അവസ്ഥ എനിക്ക് വരരുത് എന്ന നിയ്യത്തോടുകൂടെ ബറക്കത്തോടുകൂടെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ മൂന്നാമത്തെ യാസീൻ, അതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവേ, എന്നെ നീ പരിപൂർണ ഈമാനോടുകൂടെ മരിപ്പിച്ച് വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കണേ എന്ന നിയ്യത്തോടുകൂടെ, അഥവാ ആഖിബത്ത് അവസാനം നന്നാവണം എന്ന നിയ്യത്തോടുകൂടെ, ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കണം എന്ന നിയ്യത്തോടുകൂടെ 3 യാസീന് യശാമഇബിന്റെ യദയിൽ ഓതി. പിന്നെ അതിന്റെ അറബിയിലുള്ള ദുആ ഒക്കെ ലഭിക്കുന്നവരും അറിയുന്നവരും മൗലിദിന്റെ കിതാബിലൊക്കെ നോക്കിയാലുണ്ട്. 33 വകയേത് നമ്മുടെ സുന്നി അദ്കാർ പോലത്തെ ദിക്റിന്റെ കിതാബുകളൊക്കെ നോക്കിയാൽ കാണാം. അറിയുന്നവര് അതൊക്കെ നോക്കി ഓതുക. എന്നിട്ട് എന്താക്കുക, അല്ലെങ്കിൽ മലയാളത്തെങ്കിലും ദ്വാരിക്കുക. എന്നിട്ട് മുസ്ഹഫ് യാസീന് നിങ്ങൾക്ക് തെറ്റില്ലാതെ ഓതാൻ കിട്ടുമെങ്കിലും മുസ്ഹഫ് നോക്കി ഓതിയാൽ 2000 കൂലിയും കാണാതെ ഓതിയാൽ 1000 കൂലിയുമാണ്. അതുകൊണ്ട് മൊബൈലൊക്കെ അവിടെ ഓഫായി ബോക്സിലിരിക്കുന്ന മുസ്ഹഫ് ഒരു ഉപയോഗം. ആ മുസ്ഹഫ് നിവർത്തിപ്പിടിച്ച് അതിലേക്ക് നോക്കി ഓതുമ്പോ അത് തന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഒരു കാരണം. അല്ലാഹു തആലാന്റെ വിശുദ്ധമായ കലാമാകുന്ന മുസ്ഹഫാണ് കയ്യില്. അതിലേക്ക് നോക്കി മുസ്ഹഫ് ഓതി. പഴയ കാലത്തെ തള്ളാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ആ മുസ്ഹഫ് ഒന്ന് കൂട്ടിയിട്ട് അതൊന്ന് ചുംബിക്കുക. ആ മുസ്ഹഫ് ഒന്ന് ചുംബിച്ച് അത് കൽബിന്റെ ഭാഗത്തോടൊന്ന് ചേർത്തി പിടിച്ച്, അബ്ബേ എന്റെ കൽബ് ശുദ്ധീകരിച്ചു തരണേ, എന്റെ ദുആക്ക് ഇജാബത്ത് നൽകണേ, എന്റെ മക്കളെ കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് ദ്വാരിക്കുമ്പോ മുഅ്മിനീങ്ങളെ, ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. എല്ലാ ഹലാക്കുമുള്ള, എല്ലാ മുസീബത്തുമുള്ള, എല്ലാ തമ്മാദിത്തരവുമുള്ള മൊബൈലിലേക്ക് നോക്കി നിങ്ങൾ മുസ്ഹഫ് ഓതണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ട്രെയിൻ യാത്രയിലും വിമാനയാത്രയിലൊക്കെ സൗകര്യമാണ്. മുസ്ഹഫ് ഒന്നും ലഭിക്കാത്ത സമയത്ത് നമ്മുടെ വീടുകളിൽ
അലമാറകളില് ഷോക്കേസുകളില് അള്ളാഹുവിന്റെ വിശുദ്ധമായ മുസ്ഹഫ് അവിടെ വെച്ച് എല്ലാവിധ തമ്മാദിത്തരങ്ങളും ലഭിക്കുന്ന എല്ലാവിധ തമ്മാദിത്തരങ്ങളുടെ ക്ലിപ്പുകളുമുള്ള ഗീബത്ത് നമീമത്തിന്റെ ക്ലിപ്പുകളൊക്കെയും കിടക്കുന്ന ഈ മൊബൈലിൽ യാതൊരു ബറക്കത്തുമില്ല മുഅ്മിനീങ്ങളെ. പിന്നെ മൊബൈലിലൊക്കെയും ഖുർആൻ സെറ്റ് ചെയ്യാൻ പറ്റോ? പക്ഷേ വലിയ വലിയ സൂഫിയാക്കള് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരൊക്കെ നേതൃത്വവരുണ്ട്. പക്ഷേ കാലഘട്ടം അങ്ങനെയല്ല. നമുക്ക് വലിയ സൗകര്യങ്ങളാണല്ലോ. ചിലപ്പം മുസാഫൊന്നും കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ യാത്ര വെള്ളിയാഴ്ചക്കും ചെയ്യുമ്പോ സൂറത്തുൽ കൗഫൊക്കെ ഓതാൻ ഒരു സൗകര്യമാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി മുസാഫ് സെറ്റാക്കിയ മൊബൈലിലൊക്കെയും കണ്ണിക്കണ്ട അനാവശ്യങ്ങളിൽ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പൊ കിതാബിൽ ഏത് ഫിക്കിന്റെ കിതാബിലാ ഉള്ളത് എന്ന് ചോദിച്ചാലൊന്നും പറഞ്ഞുതരാൻ പറ്റൂല. ആ മുസ്ഹഫിന്റെ ആദരവും ബഹുമാനവും ഖുർആനിന്റെ ആദരവും ബഹുമാനങ്ങളൊക്കെ നോക്കുമ്പോ ആകത്തുക നമുക്ക് അങ്ങനെ മനസ്സിലാകും. അതിന് പ്രത്യേകമായൊരു ഇബാദത്ത് കൊണ്ടൊന്നും തെളിയിക്കാൻ ചിലപ്പം നമുക്ക് സാധിച്ചോളും എന്നാതെ ഒരു യാസീനോദി അതിന്റെ ഇടയിലൊന്ന് മൊബൈൽ അറ്റൻഡ് ചെയ്ത് കുറച്ച് വർത്താനം പറഞ്ഞ് യാസീൻ ഓതിയപ്പോഴേക്ക് മൊബൈലിൽ ഒരുപാട് മെസ്സേജും വാട്സപ്പ് വിവരം വന്നിട്ടുണ്ട്. അതൊന്നും നോക്കാനിരുന്ന് അതാണ് മഹാന്മാര് പറഞ്ഞത് ബി കലാമിൻ അജ്നബിയിൻ അന്യതായ ബി ഗൈരി കലാമിൻ അജ്നബിയിൻ അന്യതായ സംസാരങ്ങൾ കൂടാതെ തുടർച്ചയായി 3 യാസീൻ ഓതുക. ചിലപ്പം നമുക്കതൊന്നും സൗകര്യം കിട്ടിയില്ലാനും വരും. ഒരു വയസ്സായ ഉപ്പ വീട്ടിലുണ്ട്, വയസ്സായ ഉമ്മ വീട്ടിലുണ്ട്. നമ്മൾ യാസീൻ 1 കഴിഞ്ഞപ്പോഴേക്ക് ഉപ്പ വിളിച്ചു, മോളെ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പാന്റെ അടുത്തേക്ക് ചെല്ലണം. അപ്പൊ നമ്മൾ യാസീൻ ഓതല്ല വേണ്ടത്. കാരണം സുന്നത്ത് നിസ്കാരത്തിൽ ഇപ്പ വിളിച്ചാ ചെല്ലണമെന്നാ മസല, എന്നിട്ടല്ലേ യാസീന്. അപ്പൊ അതൊക്കെ നമ്മൾ ചെലവൾക്കൊന്നും അങ്ങനത്തെ രോഗികൾ കാരണം സാധിച്ചോളണം എന്നില്ല. അതൊക്കെ അവനാ അതിനനുസരിച്ച് ശ്രദ്ധിക്കുക. സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മുണ്ടാതിരിക്കലല്ല. മുമ്പ് അമ്മായിമ്മയും 2 മരുമക്കളും നിസ്കരിക്കാൻ നിൽക്കുമ്പോ കിച്ചന്റെ വാതിലടക്കാൻ മറന്നു. അപ്പൊ പൂച്ച അകത്ത് കാണുന്ന തേങ്ങാമൂലി കൊണ്ടുപോയി. അപ്പൊ അമ്മായിയും പറഞ്ഞു, മക്കളെ പൂച്ചയുടെ തേങ്ങാമൂലി കൊണ്ടുപോകുന്നതിന് നിക്കാത്തിലേ. അപ്പൊ ചെറിയ മരുവോല് പറഞ്ഞു, ഉമ്മ നിക്കരിക്കുമ്പോ വർത്താനം പറയാൻ പാടില്ല എന്നാണ്. അപ്പൊ മൂത്ത മരുവോല് പറഞ്ഞു, അതെന്നെ ഞാൻ പിന്നെ മുണ്ടാതിരുന്നത് എന്നും പറഞ്ഞു അയച്ചിട്ട്. അപ്പൊ അന്യ സംസാരം വരാൻ പാടില്ല എന്ന് പറഞ്ഞ് സുഖമില്ലാത്തപ്പ വിളിക്കുമ്പോ അല്ലെങ്കിൽ കുട്ടി കക്കൂസിൽ മോന്തറ്റി വീണപ്പോ സംസാരിക്കാൻ പാടില്ല എന്നാണ് നിങ്ങാണ്ട് അവരെന്ന് യാസീൻ ഓതിയല്ല വേണ്ടത്. അള്ളാഹു തആല അങ്ങനത്തെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നല്ല നിലയിൽ ആ നിബന്ധന ഒപ്പിച്ച് നമ്മുടെ ആക്കിബത്ത് നന്നായി കിട്ടാൻ, നമ്മുടെ റിസ്ക് വിശാലത കിട്ടാൻ, രോഗങ്ങളില്ലാത്ത ഒരു വയസ്സ് നമുക്ക് കിട്ടാൻ നല്ല നിലയിൽ നല്ല നിയ്യത്തോടു കൂടെ ആ 3 യാസീൻ ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മറക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി പറയുന്നു, ഇനി ആരും ഫോൺ ചെയ്ത് PM അയച്ച് ശല്യപ്പെടുത്തരുത്. ഇനി ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലുള്ള ആരോട് ചോദിച്ചാലും എന്റെ പ്രിയപ്പെട്ടവർക്ക് അത് കിട്ടും. ചിലപ്പോൾ രാവിലെ ഇല്ലാത്ത ഒരുപാട് ശ്രോതാക്കള് ഉച്ചന്റെ ശേഷം ഉണ്ടാവും, വൈകുന്നേരത്തുണ്ടാവും. അവരിങ്ങനെ PM അയക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കൊരു പബ്ലിക്കിൽ ഇങ്ങനെ അടിച്ചു വിട്ടാൽ നല്ലതാണ്. അടിമിനിമാരുടെ ശ്രദ്ധക്ക് ഒന്നാമത്തെ യാസീന് ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കാനാണ് നിയ്യത്ത് വെക്കേണ്ടത്. രണ്ടാമത്തേത് ഭക്ഷണത്തിൽ ബറക്കത്തോട് കൂടെ വിശാലത ലഭിക്കാൻ. മൂന്നാമത്തേത് ഹുസ്നുൽ ഖാത്തിമത്ത് ആക്കിബത്ത് വിജയികളുടെ കൂട്ടത്തിൽപ്പെട്ട് യഥാർത്ഥ കാമിലായ ഈമാനോട് കൂടെ മരിക്കാൻ. അത് അതിന്റെ നല്ല ശൈലിയിൽ എങ്ങനെ വെച്ചാ പബ്ലിക്കിൽ ഇടക്കിടക്ക് നിങ്ങൾ അടിച്ചു വിട്ടാല് വൈകുന്നേരത്തെ നമ്മുടെ ഇന്ത്യൻ സമയം അസറിന്റെ ശേഷമൊക്കെയും പുതുതായി കടന്നു വരുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് ഉപകാരം ചെയ്യുമെന്നും പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു, ആരും ഇഷ്കാലാക്കണ്ട. സബീരന്റെ വക്കിലൊക്കെ അസറിന്റെ പിറകെ 3 യാസീൻ എന്നല്ലേ. പക്ഷെ അതൊക്കെ അങ്ങനെ അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. നോക്കുന്ന കിതാബുകളിലൊക്കെയും മെഷാമായിരിബിന്റെ ഇടയിലാണുള്ളത്. ഇനി ഒരാൾക്ക് ഡ്യൂട്ടി കാരണം, ജോലി കാരണം യശാമായിരിബിന്റെ ഇടയിൽ ഓതാൻ സാധ്യല്ല, അസറിന്റെ ശേഷമാണ് ഓതാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെ ഓതുക. അല്ലെങ്കിൽ യശാ നിസ്കാരം കഴിഞ്ഞിട്ടാ സൗകര്യം കിട്ടിയത് കളാ വീട്ടുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ.
ഫർള് നിസ്കാരം ഖളാ ആയാലും സുന്നത്ത് നിസ്കാരം ഖളാ ആയാലും ദിക്റുകൾ ഖളാ ആയാലും അത് ഖളാ വീട്ടല് സുന്നത്താണ്. നിയ്യത്ത് ഒന്നുകൂടി ഉസ്താദെ. ഒന്നാമത്തെ നിയ്യത്ത് ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുക എന്ന നിയ്യത്തോടുകൂടെ, രണ്ടാമത്തേത് ബറക്കത്തോടുകൂടെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുവാൻ വേണ്ടി, മൂന്നാമത്തേത് വിജയികളുടെ കൂട്ടത്തിൽ പൊതുവാനും ആക്കിബത്ത് നന്നായി മരിക്കാനും ഈമാനോട് കൂടെ മരിക്കാനും എന്ന നിയ്യത്തോട് കൂടെയാണ് ഈ 3 യാസീൻ ഓതേണ്ടത്. പിന്നെ നമ്മൾ ഈ സബീനയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്, നമ്മളതിനെ എതിർക്കല്ല. എന്ത് മാതാപിതാക്കന്മാർക്ക് ആഫിയത്ത് കിട്ടാൻ വേണ്ടി എന്നൊക്കെ ചില നിയ്യത്തൊക്കെയും സബീനത വക്കുമ്പോ കാണാം. പക്ഷെ കിതാബിലൊക്കെയും കാണുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെയും കഴിഞ്ഞതിന്റെ ശേഷം ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാണ്ട്. പിന്നെ ഇപ്പൊ പുതുതായി ഇത് വന്ന ശ്രോതാക്കൾ ഉണ്ടാവും. ക്ലാസ് ഏകദേശം 10:15 തുടങ്ങിയതാണ്. ശാരീരികമായി സുഖമില്ല, കൊരയും പനിയും തലവേദനയൊക്കെ ഉണ്ട്. ഇന്നത്തെ ക്ലാസ് മറ്റു സ്ഥലങ്ങളിലുള്ള ക്ലാസ്സൊക്കെ ഞാൻ മുടക്കിയതാ. പക്ഷെ രാവിലെ അങ്ങനെ ചിന്തിച്ചു, കാരണം KMIC-യിൽ ബറാത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് നടന്നിട്ടില്ല. ഒരുപാട് ശ്രോതാക്കള്, പാവങ്ങള്, സാധാരണക്കാര് എല്ലാ ദീനിയായ വിഷയത്തിനും വേണ്ടി നമ്മുടെ KMIC അവലംബിക്കുമ്പോ അതിനെ സംബന്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമല്ലേ എന്ന് വിചാരിച്ചു മാത്രം ഇന്ന് ക്ലാസ് റൂമിൽ കയറിയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, അപ്പൊ പുതുതായി വന്ന ക്ലാസിന്റെ തുടക്കത്തിൽ ഇല്ലാത്ത ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, സൂറത്തുൽ ബറാഅത്ത് എന്ന് പറയുന്ന സൂറത്തു തൗബയല്ല ഓതേണ്ടത്. ഈ 3 യാസീനും ഓതിക്കഴിഞ്ഞിട്ട് സൂറത്തു യാസീന്റെ ഏകദേശം ശേഷം 8ാമത്തെ സൂറത്തു ദുഹാൻ, ഹാമീം വൽ കിതാബിൽ മുബീൻ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ എന്ന് തുടങ്ങുന്ന സൂറത്തു ദുഹാനും ഓതുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയുമോ? അതൊക്കെയും കഴിഞ്ഞതിന്റെ ശേഷം യശാനുസ്കാരക്കും കഴിഞ്ഞിട്ട് പ്രത്യേകമായി ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. അത് അറിയുന്നവരൊക്കെ അത് ചൊല്ലുക. എല്ലാം ഇന്ന് എന്ത് ചൊല്ലിയാലും എല്ലാ മഹാന്മാരും പറയുന്നൊരു കാര്യമാണ്, 5 രാവുകളില് നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവർ അവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്ന കുടുംബമിത്രാദികളെ സന്ദർശിക്കുമെന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വെള്ളിയാഴ്ച രാവ്, തിങ്കളാഴ്ച രാവ്, അതുപോലെ തന്നെ പെരുന്നാൾ രാവ്, അതുപോലെ തന്നെ ബറാഅത്ത് രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാവ്, ഇങ്ങനത്തെ 5 രാവുകളിൽ എന്ത് ചെയ്യും? മരിച്ചുപോയവരുടെ ആത്മാക്കള് ജീവിച്ചിരിക്കുന്നവരെ സന്ദർശിക്കും. ആ മരിച്ചുപോയവരെ സന്തോഷിപ്പിക്കുന്ന വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടുകൂടെ തിരിച്ചു പോകും. അവരെ സന്തോഷിപ്പിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർ ശപിച്ചു പോകും എന്നും പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാരും സൂറത്തു യാസീൻ ഓതാൻ അറിയുന്നവർ പ്രത്യേകമായി ഒരു സൂറത്തു യാസീൻ ഓതി, അല്ല സൂറത്തു യാസീൻ ഓതാൻ അറിയാത്തവരാണെങ്കിൽ ഒരു ഫാത്തിഹയും കഴിവിന്റെ പരമാവധി ഇഖ്ലാസ് സൂറത്തുകളും മുഅവ്വദത്തൈനിയും ഓതി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പറയുന്നു. ചിലപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത സഹോദരിമാരുണ്ടാകും, ഹൈള് കാരണം അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്നത് കാരണം നിസ്കരിക്കാൻ പറ്റാത്ത സഹോദരി. ഒരു മിനിറ്റ് എന്താ, ഒരു മിനിറ്റ്. ആയിക്കോട്ടെ, ഞാൻ ഒരു മിനിറ്റ് ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആ മരിച്ചവരുടെ പേരിലും ഒരു യാസീൻ ഓതി ദ്വാരിക്കണം. ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഷിഹാബ് സവാമ വിളിച്ചിട്ട് MNT അനന്താവൂർ എന്ന ഐഡിയയിലുള്ളത് നമ്മുടെ കടലുന്തി ബാക്കവി ഉസ്താദാണ്. ഇൻഷാ അല്ലാഹ് നല്ല ഒരു ബറാഅത്ത് സംബന്ധമായ നമുക്ക് സാന്ദർഭികമായ ഒരു ക്ലാസ് ഉസ്താദ് എടുത്തു തരും. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഇത്തുഹാഫ്, മുജറബാത്തു ദൈറബി, നിഹായത്തുൽ അമൽ പോലത്തെ കിതാബുകൾ നോക്കിയിട്ടാണ് വിഷയം പറഞ്ഞത്. ഇനി പറഞ്ഞതിൽ ചിലപ്പം നല്ല നല്ല ഉസ്താദുമാരിനെതിരായി വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ വിവരം അറിയിക്കണമെന്നും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനി ബറാഅത്തിന്റെ പിറ്റേ ദിവസമുള്ള നോമ്പ് ഇൻഷാ അല്ലാഹ് ഏതായാലും ബാക്കവി ഉസ്താദ് ഉണ്ടായത് കൊണ്ട് ഞാൻ ശാരീരികമായി കുറച്ച് അസ്വസ്ഥതയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നോമ്പിനെ കുറിച്ചും ഇനി നോമ്പ് എന്നാണ് നോൽക്കേണ്ടത്, അപ്പൊ വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോൽക്കല്, ശനിയാഴ്ച മാത്രം നോമ്പ്
നോൽക്കൽ കറാഹത്തല്ലേ, പക്ഷെ കാരണം കൂടാതെയാണ് അത് കറാഹത്ത്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, ഒരാള് ഒരു ദിവസം നോമ്പ് നോൽക്കും, ഒരു ദിവസം നോമ്പ് നോൽക്കൂല. പിന്നെ അങ്ങനെ ഇടമുറിഞ്ഞ് നോമ്പ് നോൽക്കുന്ന ഒരാള് അത് വെള്ളിയാഴ്ചയായി വന്നു. ഒരാൾ വ്യാഴാഴ്ച ബുധനാഴ്ച നോമ്പ് വെച്ചു, വ്യാഴാഴ്ച മുറിച്ചു, പിന്നെ വെള്ളിയാഴ്ച, അങ്ങനെ ഒന്നരാതെ നോമ്പ് നോൽക്കുന്ന ആളാ. പക്ഷെ അത് വെള്ളിയാഴ്ചയായി വന്നു, അപ്പൊ വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോൽക്കാം. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആശുറാ ദിവസം, അറഫ ദിവസം, ശഅബാൻ 15 മാത്രമായിട്ട് അന്ന് വെള്ളിയാഴ്ച ഇത് വന്നു, അപ്പൊ വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോൽക്കുന്നത് കൊണ്ട് കറാഹത്തില്ല. പ്രത്യേകമായ ഒരു കാരണം കൂടാതെ വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോൽക്കലാണ് കറാഹത്ത്, അല്ലെങ്കിൽ ശനിയാഴ്ച മാത്രം നോമ്പ് നോൽക്കലാണ് കറാഹത്ത്. ശഅബാൻ 15 പകലിലാണ് നോമ്പ് നോൽക്കേണ്ടത് എന്നുകൂടി ഒരു വിഷയത്തിന്റെ സമാപ്തിയായി പറഞ്ഞ് മഹാനായ കടലുണ്ടി ബാക്കവി ഉസ്താദ്, എനിക്ക് കൂടുതൽ പരിചയമല്ല, ചിലപ്പം പറഞ്ഞ അതേ കാലം, ഏതായിരുന്നാലും ഉസ്താദിന് വേണ്ടി മൈക്ക ഞാൻ കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.